ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ശുശ്രൂഷയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 32-33 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 12 വേഴ്സസ് 32 and 33. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. പരിശുദ്ധ പിതാവേ, തിരുസന്നിധി വീണ്ടും ഞങ്ങൾ തലകളെ വണക്കുകയാണ്. പാടി അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ ഇന്നത്തെ രാത്രി അടിയങ്ങളുടെ മേലങ്ങളുടെ കൃപയെ പകർന്നതിനായിട്ട് സ്തോത്രം. ശ്രേഷ്ഠമേറിയ തിരുവചനത്തിൽ നിന്ന് അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അറിയേണ്ടത്, അങ്ങയിൽ നിന്ന് കേൾക്കേണ്ടത് ഇന്നത്തെ രാത്രി ഞങ്ങൾ കേൾക്കുവാനും അനുസരിക്കുവാനും തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ വിശ്വാസത്തോടെ സമർപ്പിക്കുവാനും ദൈവകൃപ തന്നാട്ടെ. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ യേശു കർത്താവ് ഞങ്ങളുടെ മധ്യത്തിൽ ഉയർത്തിക്കാട്ടെ. എല്ലാവരെയും അനുഗ്രഹിച്ച് സന്തോഷത്തോടെ മടക്കി അയച്ചാട്ടെ. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിലൂടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും പ്രാർത്ഥനയോടെ കർത്താവിനെ സന്നിധിയിലിരിക്കാം. സഹോദരങ്ങളെ, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താണെന്ന് ചോദിച്ചാൽ അത് കുരിശാണ്. ക്രൂശ്. Cross is the centrality of Christian faith. If you remove cross, gospel will be collapsed. There will be no forgiveness. If you remove cross, salvation will become the work of human power and human wisdom, and it won't be a gift of God. If you remove cross, I tell you, the Christian faith will become hollow. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സുവിശേഷത്തിൽ നിന്ന് ക്രൂശിനെ മാറ്റിക്കഴിഞ്ഞാൽ സുവിശേഷം അല്ലാതായി തീരും. പാപക്ഷമയെന്ന ഒരു വിഷയം പിന്നീട് വിശ്വാസത്തിൽ കടന്നു വരത്തില്ല. രക്ഷ എന്ന് പറയുന്നത് സ്വർഗീയ ദാനം എന്നുള്ളത് മാറി മനുഷ്യന്റെ പ്രവൃത്തിയുടെ ഫലമായി മാറും. ഇന്ന് രാത്രി കുരിശിന്റെ പ്രാധാന്യം അതാണ്. ക്രൂശിന്റെ പ്രാധാന്യം അതാണ്. ദൈവസഭയുടെ മധ്യത്തിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിലേക്കും എന്ന് നോക്കുമ്പോൾ, ഇന്നത്തെ പ്രസംഗ ശൈലിയിലേക്ക് നോക്കുമ്പോൾ, ദൈവവചന ശുശ്രൂഷയിലേക്ക് നോക്കുമ്പോൾ ക്രൂശിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ക്രൂശിലുള്ള സുവിശേഷത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോസ്തലന്മാർ പറഞ്ഞ പ്രാർത്ഥന അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളിൽ അപ്പോസ്തലന്മാർ എഴുതിയിരിക്കുന്ന വചനങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, God forbid I should glory only in the cross of Christ. ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്ന ഗോഡ് ഫോർബിഡ് എന്ന, എനിക്കൊരിക്കലും അതിനിടയാവരുതെന്ന. കർത്താവിന്റെ ക്രൂശിനെ മാറ്റി നിർത്തി പ്രസംഗിപ്പാൻ, കർത്താവിന്റെ ക്രൂശിനെ മാറ്റി നിർത്തി സുവിശേഷം അറിയിപ്പാൻ എനിക്ക് ഒരിക്കലും ഇടയാകരുത്. ഗോഡ് ഫോർബിഡ്സ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ന്യായപ്രമാണത്തെ അരച്ച് കലക്കി കുടിച്ചവനാണ്, സ്വർഗീയ ദർശനം പ്രാപിച്ചവനാണ്, സ്വർഗീയ വെളിപ്പാടുകളാൽ നിറയപ്പെട്ടവനാണ്, കർത്താവുമായി അഭിമുഖമായിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായ ദൈവദാസനാണ്. തനിക്ക് പ്രസംഗിക്കുവാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. എന്നാൽ കർത്താവിന്റെ ദാസൻ പറയുകയാണ്, ക്രൂശിനെ മാറ്റി നിർത്തി എനിക്കൊരിക്കലും ഒരു പ്രസംഗം ഉണ്ടാകരുത്, എനിക്കൊരിക്കലും ഒരു പ്രശംസ ഉണ്ടാവരുത്. ഗലാത്യ പുസ്തകത്തിൽ തന്നെ, ഗലാത്യ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ, I am crucified with Christ. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തുവത്രേ ജീവിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ,
ക്രൂശിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇവിടെ എല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ക്രൂശിനെ മാറ്റി നിർത്തിയ ഒരു പ്രസംഗമില്ല. നമ്മുടെ ജീവിതം ക്രമീകരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, സ്വർഗം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ശ്രേഷ്ഠമേറിയ രക്ഷാപദ്ധതിയുടെ ഭാഗമായി നമ്മൾ തീരണമെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ആ വലിയ പ്രവൃത്തി വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ക്രൂശിന് കൊടുക്കേണ്ട മഹത്വം, ക്രൂശിന് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ കൊടുക്കണം. എന്താണ് ക്രൂശ് എന്ന് പറഞ്ഞാൽ? ക്രൂശ് എന്ന് പറഞ്ഞാൽ റോമൻ പടയാളികൾ ക്രിമിനൽസിനെ അല്ലെങ്കിൽ കുറ്റവാളികളെ തൂക്കുവാൻ തക്കവണ്ണം ഉപയോഗിച്ച ഒരു ഉപകരണം മാത്രമല്ല ക്രൂശ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ക്രൂശിന് ഒരു പ്രത്യേക അർത്ഥമുണ്ട്. ക്രൂശ് എന്ന് പറഞ്ഞത് കർത്താവിന്റെ മഹത്വമേറിയ ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ തന്നെ ക്രൂശിന്മേൽ തറച്ചതായിട്ട് ദൈവവചനം പറയുന്നു. എന്നാൽ കർത്താവിന്റെ ജീവിതം ഉടനീളം പരിശോധിച്ചാൽ ദാറ്റ് വാസ് ക്രോസ് ഇറ്റ്സെൽഫ്. കാരണം എന്നറിയാമോ? തൻ്റെ ഇഷ്ടങ്ങളല്ല, പിതാവിന്റെ ഇഷ്ടം താൻ ചെയ്യുവാൻ തക്കവണ്ണം തന്നെ സമർപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ക്രൂശ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുകളിലും താഴെയുമായിട്ട് ഹല്ലേലൂയ നെടുകയും കുറുകയുമായിട്ട് ഒരു പ്ലാങ്കാണ്. ഹല്ലേലൂയ. ഒരു പലക കഷ്ണമാണ്. നെടുക ഒരു പലക കഷ്ണം, കുറുക ഒരു പലക കഷ്ണം. ഹല്ലേലൂയ. അതിനെ ക്രൂശ് എന്ന് പറയുന്നു. എന്നാൽ ആത്മീയ അർത്ഥത്തിലേക്ക് വരുമ്പോൾ എൻ്റെ ഇഷ്ടത്തെ ദൈവത്തിന്റെ ഇഷ്ടവുമായി ഖണ്ഡിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, എൻ്റെ ഇഷ്ടങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എൻ്റെ ഇഷ്ടത്തെ മാറ്റി നിർത്തി ഞാൻ ദൈവ ഇഷ്ടത്തിന്, ദൈവഹിതത്തിന് എന്നെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ അതാണ് ക്രൂശ്. ക്രിസ്തുവിന്റെ ജീവിതം നോക്കിയേ, ജീവിതം മുഴുവനും ക്രൂശായിരുന്നു. ഈ ക്രൂശിനെയാണ് പ്രസംഗിക്കേണ്ടത്. ഇത് തന്നെയാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 9:23 പറയുന്നത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ ദിനംതോറും അനുഗമിക്കട്ടെ. ഇപ്പോൾ മനസ്സിലായോ സഹോദരങ്ങളെ? ഈ ക്രൂശ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഒരു ഉപകരണമോ ആ ഒരു സംഭവമോ അല്ല. ക്രൂശ് എന്ന് പറഞ്ഞാൽ അതിലൊരു ആത്മീക അർത്ഥമുണ്ട്. എന്നെ തന്നെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് എൻ്റെ ഇഷ്ടമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം എന്നിൽ നിവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ജീവിത രീതിയാണ് ക്രൂശിന്റെ ജീവിത രീതി. അതിനെ പ്രസംഗിച്ചില്ല എങ്കിൽ സുവിശേഷം കംപ്ലീറ്റ് ആവത്തില്ല. അതിനെ പ്രസംഗിച്ചില്ല എങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്രൂശിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവസന്നിധിയിൽ ദൈവസഭയുടെ മധ്യത്തിൽ ഏറ്റവും ഉച്ചത്തിൽ പ്രസംഗിക്കപ്പെടേണ്ട വിഷയമാണ് ക്രൂശ്. അല്ല, അതുകൊണ്ടാണ് അത് പ്രസംഗിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ സ്വാർത്ഥരായിട്ട് തീരുന്നത്. അത് പ്രസംഗിക്കപ്പെടാത്തത് കൊണ്ടാണ് പാപത്തെ ലാഘവത്തോടെ നമ്മൾ കാണുന്നത്. അത് പ്രസംഗിക്കപ്പെടാത്തത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയാത്തത്. അത് പ്രസംഗിക്കപ്പെടാതെ കഴിയുന്നതുകൊണ്ടാണ് നമ്മൾ സ്വാർത്ഥരായി, അധികാരമോഹികളായി, ലോകസ്നേഹികളായി, ലൗകികരായി ജീവിക്കുന്നത്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ സഹോദരങ്ങളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തിനാ സ്കൂളിൽ വിടുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്നത് അവർ പഠിക്കാൻ വേണ്ടിയാ. വൈ ആർ യു സെൻഡ് ടു സ്കൂൾ? ഓൺലി വിത്ത് വൺ പർപ്പസ്, ടു സ്റ്റഡി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്കൂളിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ? അവിടെ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഉണ്ട്, അവിടെ മറ്റു ഗെയിംസ് ഉണ്ട്, മറ്റു കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. സോ മെനി പ്രോഗ്രാംസ് ആർ ദെയർ ഇൻ ദ സ്കൂൾ. സ്കൂളിൽ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഏതെല്ലാം ആക്ടിവിറ്റീസിനകത്ത് ഇൻവോൾവ് ആണ്. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിച്ചേ, തിങ്ക് അബൌട്ട് എ ചൈൽഡ്. ഒരു കുട്ടിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചേ. ഹി ഈസ് ഓൺലി ഇൻട്രസ്റ്റഡ് ഇൻ ദി ആക്ടിവിറ്റീസ് ഓഫ് ദ സ്കൂൾ. വാട്ട് വുഡ് ഹാപ്പൻ ടു ഹിം ഇൻ ദി എൻഡ്? ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിച്ചേ, സ്കൂളിലുള്ള ആക്ടിവിറ്റീസ് മാത്രമാണ് പുള്ളിക്കാരന് ഇഷ്ടം. എപ്പോഴും ആക്ടിവിറ്റീസ് നമ്പർ 1 ആണ്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്റെ അവസാനം എന്തായിരിക്കും? സ്കൂൾ ഇയർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ സ്കൂളിന്റെ കോഴ്സ് കഴിയുമ്പോൾ, 10 വർഷം അല്ലെങ്കിൽ 12 വർഷം കഴിയുമ്പോൾ ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് പറഞ്ഞേ. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? The primary purpose of school is not activities. Primary purpose of the school is study. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നത് പഠനത്തിനാണ്. ആക്ടിവിറ്റീസ് ബിക്കം സെക്കൻഡറി. ഇത് തന്നെയാണ് ചർച്ചിലും, ഇത് തന്നെയാണ് ദൈവസഭയിലും. ദൈവസഭയുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ ഉയർത്തുക, ക്രിസ്തുവിനെ പഠിപ്പിക്കുക, ക്രിസ്തുവിനെ കടുപ്പിക്കുക, ക്രിസ്തു പഠിപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെ, അവിടുത്തെ വഴികളെ, കടന്നു വരുന്ന ജനത്തെ ബോധിപ്പിക്കുക, അവരെ ആ വഴിയിലേക്ക് നടത്തുകയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് നമ്മൾ വരുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത്, ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് ചർച്ചിലെ ആക്ടിവിറ്റീസിലാണ് അല്ലേ? ഇന്ന് ആക്ടിവിറ്റീസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
ഇന്ന് ക്രിസ്ത്യൻഡം മുഴുവനും, ക്രിസ്തീയ സമൂഹം മുഴുവനും നോക്കിക്ക് ആക്ടിവിറ്റീസ് ഇല്ലാത്ത ഒരു അവസ്ഥയില്ല. ആക്ടിവിറ്റീസ് വേണം, പക്ഷേ ദാറ്റ് ഈസ് സെക്കൻഡറി. ആക്ടിവിറ്റീസ് വേണം, അത് സെക്കൻഡറി ആണ്, അത് രണ്ടാമത്തേതാണ്. ഒന്നാമത്തേത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിനെ അറിയുക, കർത്താവിന്റെ വഴികളെ ഗ്രഹിക്കുക, കർത്താവ് നടന്ന പാതയെക്കുറിച്ച് അറിയുക, കർത്താവ് ഇരിക്കുന്നിടത്ത് ഇരിക്കുവാനുള്ള ഉത്സാഹത്തോടെ ദൈവജനത്തെ ഒരുക്കുക, ദൈവസഭയെ ഒരുക്കുക. അതിൽ നിന്ന് നമ്മൾ മാറിപ്പോയി കഴിഞ്ഞാൽ ദൈവസഭയുടെ പർപ്പസ് ഇല്ലാതായിത്തീരും. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ, ഒരു സ്കൂള് ആക്ടിവിറ്റീസിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ കടന്നു വരുന്ന കുട്ടികളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ സ്കൂളും അവിടുത്തെ ടീച്ചേഴ്സും നിൽക്കുന്നതെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ആ സ്കൂൾ അധികകാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല. കാരണം സ്കൂൾ നിൽക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ്. ദൈവസഭയെ നിർത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ഈ ക്രൂശിനെ പ്രസംഗിക്കുവാനും ഈ ക്രൂശിന്റെ അനുഭവത്തെ പ്രാക്ടീസ് ചെയ്യുവാനും കർത്താവ് നടന്ന വഴിയിലൂടെ ദൈവജനത്തെ നടത്തുവാനും കർത്താവ് കണ്ട ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുവാനും കർത്താവ് ഇരിക്കുന്ന ഇടത്തേക്ക് ശ്രേഷ്ഠമേറിയ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവിന്റെ വരവിങ്കിൽ നമ്മൾ ഒരുക്കപ്പെട്ടവരായി ദൈവസഭയായി എടുക്കപ്പെടുവാനുമാണ് ദൈവത്തിന്റെ സഭയെ ഭൂമിയിലാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല, കർത്താവിന്റെ മഹത്വം ഈ ലോകത്തോട് പ്രസംഗിക്കേണ്ടത് കർത്താവിന്റെ സഭയാണ്. ഹല്ലേലൂയ. ആക്കി വെച്ചിരിക്കുന്ന ദേശത്ത് കർത്താവിന്റെ വെളിച്ചത്തെ പകരേണ്ടത്, റിഫ്ലക്ട് ചെയ്യേണ്ടത്, പ്രതിഫലിപ്പിക്കേണ്ടത് കർത്താവിന്റെ സഭയാണ്. ഞാനും നിങ്ങളും ജോലി ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ, നമ്മൾ താമസിക്കുന്ന സ്ട്രീറ്റുകളില്, ഹല്ലേലൂയ, നമ്മൾ കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ഏതെങ്കിലും ഒരു വ്യക്തി കർത്താവിനെ കാണണമെങ്കിൽ അത് നമ്മളിലൂടെയാണ് കാണേണ്ടത്. അപ്പൊ അത് നമുക്ക് ലഭിക്കേണ്ടത് ദൈവസഭയുടെ മധ്യത്തിലാണ്, അത് ലഭിക്കേണ്ടത് സുവിശേഷത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രാരംഭമായി പറഞ്ഞത്, കുരിശിനെ മാറ്റി നിർത്തി ഒന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ഈ വചനഭാഗത്തിലേക്ക് വരാം. ഇപ്പോൾ കേട്ട വചനം എന്തെന്നറിയാമോ? കർത്താവ് ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് താൻ പറഞ്ഞ വചനമാണ്. തന്റെ മരണത്തെ താൻ മുൻകൂട്ടി കണ്ടുകൊണ്ട് പറയുന്ന വചനമാണ്. എഴുതിയിരിക്കുന്ന വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇത് താൻ മരിക്കുവാനുള്ള മരണവിധം സൂചിപ്പിച്ച് പറഞ്ഞതത്രേ. ഹല്ലേലൂയ. കർത്താവ് പറയുകയാണ്, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ഉയർത്തപ്പെടൽ, ഇതൊരു വലിയ സംഭവമായിക്കോട്ടെ. അതിന് മുമ്പിലത്തെ വാക്യം വേണമെങ്കിൽ, എൻ്റെ സബ്ജക്റ്റ് അതല്ല, പക്ഷെ അതുകൊണ്ട് ഞാൻ അതിന് മുമ്പിലുള്ള വാക്യങ്ങളിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വലിയ സംഭവം നടക്കുകയാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൽ. ആ 31-ാമത്തെ വാക്യം എന്ന് നോക്കിയേ. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു, ഇപ്പോൾ ഈ ലോകത്തിന്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. ഇപ്പോൾ ഈ ലോകത്തിന്റെ ന്യായവിധിയാകുന്നു. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് നൗ ഇസ് ദ ജഡ്ജ്മെന്റ് ഓഫ് ദിസ് വേൾഡ്. അതിന്റെ റൂട്ട് മീനിങ്ങിലേക്ക്, ഗ്രീക്ക് മീനിങ്ങിലേക്ക് പോയാൽ അവിടെ ജഡ്ജ്മെന്റ് എന്നുള്ള വാക്കല്ല എഴുതിയിരിക്കുന്നത്. അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എഴുതിയിരിക്കുന്നത് ക്രൈസിസ് എന്നാണ്. Now is the time of the crisis of this world. ഈ വേൾഡ് ഒരു വലിയ ക്രൈസിസിലേക്ക് വന്നിരിക്കുക, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് വരികയാ. ക്രിസ്തു എടുക്കുന്ന തീരുമാനത്തിൽ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി മുന്നോട്ട്. അതതിന്റെ അർത്ഥം. യേശു കർത്താവിന് ചോയ്സാ ഇവിടെ. പിതാവിന്റെ ഇഷ്ടം ചെയ്യണമോ തന്റെ ഇഷ്ടം ചെയ്യണമോ? താൻ എന്ത് തീരുമാനം എടുക്കുവാൻ പോകുന്നുവോ, യേശു എന്ത് തീരുമാനം എടുക്കുവാൻ പോകുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും മനുഷ്യന്റെ ഭാവി, അതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി. അതുകൊണ്ടാണ് 2 വാക്യത്തിന് മുമ്പിൽ കർത്താവ് ഞരങ്ങുന്നുണ്ട്. ഈ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കർത്താവ് ഞരങ്ങുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? 27-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയാൽ, കുറച്ച് പിറകിലോട്ട് പോയിട്ട്, ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഞെരുങ്ങുകയാണ്. കർത്താവ് പറയുന്നു, എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. ഹി നോസ്, ഹി ഹാസ് സീൻ ദ ക്രോസ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. തന്റെ മുമ്പിൽ ക്രൂശിനെ അവൻ കാണുകയാണ്, തന്റെ മുമ്പിൽ കാൽവറിയെ താൻ കാണുകയാണ്, തന്റെ മുമ്പിൽ താൻ അനുഭവിക്കുവാൻ പോകുന്ന കഷ്ടതയെ കാണുകയാണ്. എന്താ ഏറ്റവും വലിയ ശ്രേഷ്ഠം, ഏറ്റവും വലിയ കഷ്ടത? തന്റെ കൈകളിൽ ആണിയടിക്കുന്നതാണോ ഏറ്റവും വലിയ കഷ്ടത? അല്ല. താൻ നഗ്നനായി തൂങ്ങിക്കിടക്കുന്നതാണോ ഏറ്റവും വലിയ കഷ്ടത? അല്ല. തന്നെ വിട്ട് തന്റെ ശിഷ്യന്മാരും തന്റെ പ്രിയപ്പെട്ടവരും ഓടിപ്പോകുന്നതാണോ ഏറ്റവും വലിയ കഷ്ടത? അല്ല. ഏറ്റവും വലിയ കഷ്ടത എന്തെന്നറിയാമോ? പിതാവും താനുമായിട്ടുള്ള ബന്ധം വിടുന്ന ചില മിനിറ്റുകൾ വരുന്നു, മണിക്കൂറുകൾ വരുന്നു. ലോകത്തിന്റെ സകല പാപവും തന്റെ മുമ്പിലേക്ക്, തന്റെ ശിരസിലേക്ക് തന്നിലേക്ക് ഏറ്റുകൊണ്ട്, തന്റെ ഷോൾഡേഴ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് താൻ മുഴുവനും
പാപമായി തീരുന്ന ഒരു സാഹചര്യം അവിടെ വരുന്നു. പിതാവ് തന്നിൽ നിന്ന് മുഖം മറയ്ക്കുന്ന ഒരു അനുഭവം വരുന്നു. ലോകത്തിൽ ചിന്തകളിൽ പോലും പാപം എന്തെന്നറിയാത്തവൻ, പാപത്തെ വെറുത്തവൻ, പാപത്തെ ജയിച്ചവൻ, ഇതാ അടിമുതൽ മുടി വരെ ഹല്ലേലൂയ മുഴുവനും പാപമായി തീരുന്നു. പ്രൈസ് ഗോഡ്. അതാണ് തനിക്ക് കാണുവാൻ കഴിയാത്തത്. ഇവിടെ താൻ ഒരു തീരുമാനമെടുക്കണം. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണും, കർത്താവ് ഹല്ലേലൂയ ഗെത്സമന തോട്ടത്തിലേക്ക് കടന്നു വന്നിട്ടൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് പിതാവിൻ്റെ അടുക്കൽ. എന്താ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. Father, if it is possible, remove this cup from me, the cup which he was about to drink. താൻ കുടിക്കുവാൻ പോകുന്ന ആ പാനപാത്രം ഹല്ലേലൂയ വേണ്ടെന്നാണ് അവിടെ, വേണ്ടെന്നല്ല പറയുന്നത്, കഴിയുമെങ്കിൽ ഇതൊന്ന് മാറ്റണമേ. ദാറ്റ് മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം തന്നെയാ, അവൻ്റെ ഹൃദയം കലങ്ങി, താൻ ഉയർത്തപ്പെടാൻ പോകുകയാണ്. വളരെ മർമ്മമേറിയ ചില വാക്കുകളാണ്, ചില ആശയങ്ങളാണ് ഈ ഒരു വാക്കിനകത്ത് കിടക്കുന്നത്. ഇന്നത്തെ രാത്രി നമ്മൾ ഈ വചനത്തെ ഒന്ന് പഠിക്കാനായിട്ട് പോവുകയാണ് ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മുമ്പേ പറഞ്ഞതുപോലെ ദ സെൻട്രാലിറ്റി ഓഫ് അവർ ഫെയ്ത്ത് മസ്റ്റ് ബി ഓൺ ദിസ് ക്രോസ്. ഈ ക്രൂശിൻ്റെ മേലായിരിക്കണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്രം. അത് മാറുന്ന നിമിഷം നമുക്കൊരു വിശ്വാസി എന്നുള്ള ഹല്ലേലൂയ പേര് മാത്രം നിലനിൽക്കും. നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസത്തിൻ്റെ പരിഭാവനത നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ലക്ഷ്യം മാറിപ്പോകും, നമ്മുടെ ജീവിതം നീങ്ങിപ്പോകും. എന്നാൽ എപ്പോൾ ക്രൂശന്റെ ജീവിതത്തിന്റെ എല്ലാമായി തീരുന്നു. മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്രോസ് മീൻസ് കർത്താവ് കടന്നുപോയ വഴി, കർത്താവ് ജീവിച്ച വഴി, കർത്താവ് കാണിച്ച വഴി. അതാണ് ക്രൂശ്. മുമ്പേ പറഞ്ഞതുപോലെ അവനവൻ ക്രൂശ് എടുത്തുകൊണ്ട് അനുദിനം എന്നെ അനുഗമിക്കട്ടെ. ആ ക്രൂശിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്രൂശിനെ കുറിച്ച് നമ്മൾ ഇന്ന് രാത്രി ഒന്ന് കേൾക്കുവാനായിട്ട് പോവുകയാണ്. എന്താണ്? ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ബീയിങ് ലിഫ്റ്റഡ് അപ്പ്, ബീയിങ് ലിഫ്റ്റഡ് അപ്പ്, ഉയർത്തപ്പെടുക. രണ്ടർത്ഥമാണ് ഈ ഉയർത്തപ്പെടുക എന്നുള്ള വാക്കിനുള്ളത്. ആ രണ്ടർത്ഥം എന്ന് പറഞ്ഞാൽ ഒന്ന് ഭൗതികമായ അർത്ഥമാണ്. ഫിസിക്കലി ഹി വാസ് ഗോയിങ് ടു ബി ലിഫ്റ്റഡ് അപ്പ് ഓൺ ദ ക്രോസ്. ക്രൂശിന്റെ മേൽ താൻ ഉയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എല്ലാവർക്കും കാണത്തക്കവണ്ണം താൻ തൂങ്ങിക്കിടക്കേണ്ടി വരും. ക്രൂശിന്റെ മേൽ നഗ്നനായി തൂങ്ങിക്കിടക്കണം. ഈ ലോകം മുഴുവനും അവനെ കാണും. അതാണ് ഒന്നാമത്തെ അർത്ഥം. ഹി വാസ് ഗോയിങ് ടു ബി ലിഫ്റ്റഡ് അപ്പ് ഫിസിക്കലി. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഇതൊരു വലിയ പഴയ നിയമത്തിലുള്ള ഒരു വലിയ സംഭവത്തിന്റെ നിഴലായിരുന്ന ഒരു സംഭവത്തിന്റെ പൊരുളായി തീരുകയാണ്. ദിസ് റിഫ്ലക്ട്സ് ആൻ ഇൻസിഡന്റ് വിച്ച് ഹാപ്പൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്. പഴയ നിയമത്തിൽ സംഭവിച്ച ഒരു സംഭവത്തിന്റെ പൊരുളായി, റിയാലിറ്റിയായി തീരുകയാണ് കാൽവറി ക്രൂശ്. അതെന്താണെന്ന് നമുക്കറിയാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ ദൈവത്തോട് മറുതലിച്ച ദൈവജനമായ ഇസ്രായേൽ ഹല്ലേലൂയ തങ്ങളെ നടത്തിക്കൊണ്ടിരുന്ന മോശയോടും ഹല്ലേലൂയ ദൈവം നടത്തിയ ആ മൂപ്പന്മാർക്ക് എതിരായി നിന്ന ദൈവത്തിന്റെ ജനമായി ഇസ്രായേൽ ദൈവത്തോട് അവർ മറുതലിച്ചപ്പോൾ, ദൈവത്തോട് അവർ മത്സരിച്ചപ്പോൾ, ദൈവിക ആലോചനകൾക്ക് അവർ കീഴ്പ്പെടാതെ വന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് അവർ അകന്നുപോയി, ദൈവം കൊടുത്തതിന് താല്പര്യമില്ലാതെ, ദൈവം സ്വർഗത്തിൽ നിന്ന് കൊടുത്ത മന്നയോ ദൈവം കൊടുത്ത വെള്ളത്തിലൊന്നും താല്പര്യമില്ലാതെ ഹല്ലേലൂയ ദൈവം നടത്തിയ വഴികളിൽ അവർ ആ കഷ്ടതയിലൂടെ, ആ പ്രയാസങ്ങളിലൂടെ, ആ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയപ്പോൾ അതോർത്തവർ പിറുപിറുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? അവരുടെ മധ്യത്തിൽ അഗ്നി സർപ്പങ്ങളെ അയച്ചു. അഗ്നി സർപ്പങ്ങൾ അവരെ കടിച്ചു. They were bitten by serpents, they were bitten by snakes. അങ്ങനെ ഓരോരുത്തരും മരിച്ചു വീഴുവാനായി തുടങ്ങി. നോക്കുന്നിടത്തൊക്കെ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ നിലവിളിച്ച് മോശയോട് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. മോശ യഹോവയുടെ സന്നിധിയിൽ കവിണ്ണു വീണ് നിലവിളിച്ചപ്പോൾ യഹോവയായ ദൈവം ഒരു പരിഹാരം കൊടുത്തു. എന്തെന്നറിയാമോ? ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി ഒരു കൊടിമരത്തിൽ തൂക്കുക. ഒരു പോളില്, ഒരു വുഡൻ പോളില് ഒരു സെർപ്പന്റിന്റെ, ഒരു സ്നേക്കിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ഹാങ് ചെയ്യുവാനായിട്ട് പറഞ്ഞു, അതിനെ തൂക്കുവാനായിട്ട് പറഞ്ഞു. ആര് പാമ്പിന്റെ കടിയേറ്റിട്ട് അതിലേക്ക് നോക്കുന്നുവോ, ആ തൂക്കപ്പെട്ടിരിക്കുന്ന പിച്ചള സർപ്പത്തെ നോക്കുന്നുവോ, അവൻ ആ പാമ്പിന്റെ വിഷത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും, അവൻ പിന്നെ മരിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പിച്ചള സർപ്പത്തെ അവർ ഉയർത്തി, മോശ ഉയർത്തി. അങ്ങനെ ആരൊക്കെ അവിടെ കടിയേൽക്കുന്നുവോ അവർക്ക് ജീവിക്കുവാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവർ നോക്കേണ്ടത് ഈ ഉയർത്തപ്പെട്ട പിച്ചള സർപ്പത്തെയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് തന്നെയാണ്, ഇതിന്റെ നിവൃത്തിയാണ് കാൽവറി ക്രൂശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു.
പാപമാകുന്ന പിശാചിന്റെ കടിയേറ്റ്, പാപത്തിലൂടെ പിശാചിന്റെ കടിയേറ്റ് മനുഷ്യന്റെ ആത്മീയ ജീവിതം നശിച്ചു പോകുമ്പോൾ, നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, ഈ പാപത്തിന്റെ വിടുതലിൽ നിന്ന്, ഈ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, നിത്യമായി ജീവിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തപ്പെട്ട സ്തോത്രം പരിഹാരമാണ് ക്രിസ്തു. അതാ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമുക്കിന്നറിയാം, ലോകത്ത് മുഴുവനും പാപത്തിന്റെ കടിയേക്കാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തിലില്ല. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ആർക്കെങ്കിലും ജീവിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ മരിക്കാനുള്ളവനല്ല, ഞാൻ മരിക്കാനുള്ളവളല്ല, ദൈവിക പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, എനിക്ക് ജീവിക്കണം, എനിക്ക് നിത്യമായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, സിമ്പിൾ, ആ ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുക. സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു മർമ്മം കൂടെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയാം. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ, നമ്പേഴ്സ് ചാപ്റ്റർ 21, പാമ്പിന്റെ കടിയേറ്റപ്പോൾ എന്തിനെയാ തൂക്കിയത്? പാമ്പിനെയാ തൂക്കിയത്. ശ്രദ്ധിക്കണമേ, വളരെ ഈ വചനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക്, എൻ്റെ മനസ്സിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്ന ഒരു മർമ്മമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഹല്ലേലൂയ. പാമ്പിനെയാണ്. എന്താണോ അവരെ കടിച്ചത്, എന്താണോ അവരെ ഇല്ലാതാക്കിയത്, എന്താണോ അവരെ നശിപ്പിച്ചത്, എന്താണോ അവരുടെ ജീവിതത്തിൽ വേദന കൊണ്ടുവന്നത്, ദൈവത്തിൽ നിന്ന് അകറ്റിയത്, ആ പാമ്പിനെയാണ്, ആ പാമ്പിന്റെ രൂപത്തെയാണ് ആ പോളിലെ ആ കൊടിമരത്തിൽ അവർ തൂക്കിയത്. ഈ കാൽവറിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ പാപത്തെയാണ് ഇവിടെ തൂക്കേണ്ടതല്ലേ? പാപത്തെ തന്നെയാണ് തൂക്കിയത്. ദൈവത്തിന്റെ വചനം പറയുന്നു, 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താ പറയുന്നതെന്ന് അറിയാമോ? ആരെങ്കിലും ഒന്ന് വായിച്ചേ. അവിടെ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന. കാൽവറി ക്രൂശിൽ തിളങ്ങി തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനല്ല, അടി മുതൽ മുടി വരെ പാപമാണ് അവിടെ തൂങ്ങിക്കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ആ വാക്യം ഒന്ന് വായിച്ചേ. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപിയാക്കിയെന്നല്ല, പാപം ചെയ്യുന്നവനാണ് പാപി. കർത്താവ് പാപം ചെയ്തിട്ടില്ല, അതുകൊണ്ട് കർത്താവ് പാപിയായില്ല, പിന്നെയോ അവൻ പാപമായി തീർന്നു എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുഴുവനും പാപത്തെ എടുത്തുകൊണ്ട് ക്രൂശിന്റെ മേൽ ക്രൂശിച്ചു. ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അതുകൊണ്ടാണ് പിതാവ് ക്രൂശിലേക്ക് നോക്കിയപ്പോൾ തന്റെ പുത്രനായ ക്രിസ്തുവിനെയല്ല അവിടെ കണ്ടത്, തന്റെ പുത്രനായ യേശുവിനെയല്ല കണ്ടത്. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ തന്റെ പുത്രന്റെ മുഖമല്ല കണ്ടത്. പിതാവ് നോക്കിയപ്പോൾ താൻ കാണുന്നത് ലോകത്തിന്റെ മുഴുവനും കറുത്ത പാപമാണ് ആ ക്രൂശിന്റെ മേൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് പിതാവ് മുഖം മറച്ചത്, അതുകൊണ്ടാണ് പിതാവ് തിരിച്ചത്, മുഖം തിരിച്ചത്. അപ്പോഴാണ് ആ അന്ധകാരത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഒരു പാപിയുടെ നിലവിളിയാണ്, ആ പാപത്തിന്റെ നിലവിളിയാണ്. എന്താണെന്നറിയാമോ? എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ഹല്ലേലൂയ. സാധാരണ മനുഷ്യന്റെ പിതാവ് മുഖം തിരിച്ചു കഴിഞ്ഞപ്പോ യേശു കർത്താവ് നിലവിളിക്കുക, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ തന്റെ കുഞ്ഞുനാൾ മുതൽ താൻ മരിക്കുന്നത് വരെ ഒരു പ്രാവശ്യം പോലും സ്വർഗത്തിലെ ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടില്ല. അവൻ എപ്പോൾ വിളിച്ചാലും പിതാവേ, പിതാവേ, പിതാവേ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ആ പർട്ടിക്കുലർ ടൈമില്, ആ പ്രത്യേക സമയത്ത് പാപം അവന്റെ മേൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ മുഴുവനും പാപം അവൻ ചുമന്നുകൊണ്ട് ക്രൂശിന്റെ മേൽ പാപികൾക്ക് പരിഹാരമായി, പാപികൾക്ക് മധ്യസ്ഥനായി, പാപത്തെ വഹിച്ചുകൊണ്ട് പാപികൾക്കും ദൈവത്തിനും വേണ്ടി കുറ്റമേറ്റ് ഹല്ലേലൂയ ന്യായവിസ്താരത്തിന്റെ കീഴിൽ നരകയാതന അവൻ അനുഭവിക്കുമ്പോൾ അവൻ നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതാ ലിഫ്റ്റഡ് അപ്പ് ഫിസിക്കലി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത മണലാരണ്യത്തില് സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തില് മോശ ഈ പിത്തള സർപ്പത്തെ ഉയർത്തിയിട്ട് ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും പാപത്തിന്റെ കടിയേൽക്കുന്നുവെങ്കിൽ നിങ്ങൾ ഈ പിത്തള സർപ്പത്തിലേക്ക് നോക്കി രക്ഷ പ്രാപിക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവ് ലോകത്തിലെ മാനവജാതിയെ നോക്കിക്കൊണ്ട് പറയുകയാണ്, എന്റെ ഏകജാതനായ പുത്രനിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. മറന്നു പോകരുത്.
യേശുവിനെ പാപമാക്കി തീർത്തു. റോമാലേഖനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്നെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. യേശുവല്ല ശിക്ഷ വിധിക്കപ്പെട്ട, യേശു അവിടെ കിടന്നത് അനുഭവിക്കുന്നുവെങ്കിൽ പാപമാണ് ശിക്ഷ അനുഭവിക്കുന്നത് അവിടെ കിടന്നു. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അത് തന്നെ നമ്മൾ മുമ്പ് വായിച്ച വചനഭാഗം 2 കൊരിന്ത്യർ 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ, ശ്രേഷ്ഠമേറിയ ഒരു പ്രവൃത്തിയാണ് കർത്താവ് ഉയർത്തപ്പെട്ടത് മൂലം ഇടയായി തീർന്നത് ഫിസിക്കലി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ശത്രുക്കൾ നമുക്കറിയാം, റോമാലേഖനം 5-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് തൻ്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നമുക്ക് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടും. അത്രയുമല്ല, നമുക്കിപ്പോൾ നിരപ്പ് ലഭിച്ചതിന് കാരണമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓർക്കണമേ ദൈവമക്കളെ, ഇത് നമ്മൾ ധ്യാനിച്ചില്ല എങ്കിൽ ഞാൻ കിടക്കേണ്ടയിടത്ത്, ഞാൻ മരിക്കേണ്ടയിടത്ത്, ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ കൈവിടപ്പെട്ട് നിത്യനരകത്തിൽ അവസാനിക്കേണ്ടയിടത്ത് എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എനിക്ക് പകരക്കാരനായി അവൻ കാൽവരി ക്രൂശിൽ കിടന്നു. ഇതാണ് ക്രൂശ്, ഇതാണ് കുരിശ്. അവൻ എന്നെ വിലയ്ക്ക് വാങ്ങി, എനിക്കവനൊരു മാതൃക തന്നിട്ട് പോയി. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, എൻ്റെ ജീവനെ നേടിയ എൻ്റെ കർത്താവ്, നിത്യനരകത്തിൽ നിന്നെ വിടുവിച്ച കർത്താവ്, എനിക്ക് സ്വസ്ഥതയും സമാധാനവും തന്ന കർത്താവ്, എനിക്കൊരു നല്ല ഭാവി തന്ന കർത്താവ്, സ്നേഹം എന്തെന്നെ പഠിപ്പിച്ച കർത്താവ്, ക്ഷമിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്ന കർത്താവ്, അതിനൊക്കെ അപ്പുറമായി തൻ്റെ ജീവനാകുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ പകർന്ന എൻ്റെ കർത്താവ്. ആ കർത്താവിനെ ഞാൻ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ആ കർത്താവിനെ എനിക്ക് ഉയർത്താതിരിക്കാൻ പറ്റുമോ? ആ കർത്താവിനെ എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ പറ്റുമോ? ആ കർത്താവിന് വേണ്ടി എനിക്ക് ജീവിക്കാതിരിക്കാൻ പറ്റുമോ? 2-3 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഹല്ലേലൂയ. എന്താണ് ആക്ച്വലി സംഭവിച്ചത്? കർത്താവ് ക്രൂശിന്റെ മേൽ മരിച്ചപ്പോൾ the powers of evil were defeated. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് ഉറക്കെ വായിച്ചേ പെട്ടെന്ന്. ഹല്ലേലൂയ. Through his death and resurrection, Jesus broke the power of the forces held over humanity. മനുഷ്യരാശിയെ മുറുകെ പിടിച്ചിരുന്ന ഹല്ലേലൂയ അദൃശ്യ ശക്തികളാകുന്ന വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ കാൽവറി ക്രൂശിൽ ഇല്ലാതാക്കി. ആരെങ്കിലും ഒന്ന് വായിച്ചേ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ. അതെ അതെ, വായിച്ചേ സിസ്റ്റർ. ജയോത്സവം, ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ, എന്നെ ഞെരുക്കിക്കൊണ്ടിരുന്ന, എന്നെ പാപത്തിലേക്ക് വലിച്ചുകൊണ്ടിരുന്ന, പാപത്തിന്റെ ശക്തിയിൽ എന്നെ സമ്മർദ്ദത്തിൽ എന്നെ ആക്കിക്കൊണ്ടിരുന്ന ദുഷ്ടശക്തികളുടെ മേൽ കർത്താവ് ജയമെടുത്തു എന്ന് പറഞ്ഞാൽ, എൻ്റെ പാപം എന്നിൽ നിന്ന് മാറ്റിയപ്പോൾ, പാപത്തെ ജയിക്കുവാനുള്ള കൃപ എന്നിലേക്ക് പകർന്നപ്പോൾ, എനിക്ക് ഓട്ടോമാറ്റിക്കലി എന്നെ അടിമയാക്കിക്കൊണ്ടിരുന്ന ശത്രുവിന്റെ മേൽ എനിക്ക് സ്വർഗം ജയം തന്നു. The curse of sin was borne by Christ. ഗലാത്യ ലേഖനം 3:13 വായിച്ചേ. പാപത്തിന്റെ ശാപം എന്നിൽ നിന്ന് കർത്താവ് മാറ്റി താൻ ക്രൂശിന്റെ മേൽ ഉയർത്തപ്പെട്ടപ്പോൾ. Galatians 3:13. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, വായിച്ചേ, എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് ശാപമായി തീർന്നു. നമ്മുടെ ശാപം കർത്താവ് മാറ്റി. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദവും ഹവ്വയും ചെയ്ത ആ പാപം നിമിത്തം അവരുടെ മേൽ വന്ന ശാപം അവരുടെ സന്തതി പരമ്പരകളുടെ മേൽ വന്നപ്പോൾ, ഹല്ലേലൂയ, ആദമിൽ നിന്ന് ജനിക്കപ്പെട്ടവരായ എന്റെയും നിങ്ങളുടെ മേലും ആ പാപത്തിന്റെ ശാപം, ആ മരണം വാഴുന്നു. എന്നാൽ ആ മരണത്തിൽ നിന്ന്, ആ ശാപത്തിൽ നിന്ന് തന്റെ പുത്രനായ ക്രിസ്തു നമ്മളെ വിടുവിച്ചു. കാരണം മരത്തിന്റെ മേൽ ഒരു ശാപമായി അവൻ തൂങ്ങി, എന്റെ ശാപങ്ങളെ അവൻ വഹിച്ചു. ഹല്ലേലൂയ. In summary, Calvary is understood as the place where Jesus offered himself as a perfect sacrifice for sin, reconciled humanity to God, defeated the powers of evil, and he opened a way to eternal life. The cross is therefore not only an event of suffering, but also an event of redemption, victory, and a divine love.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, ക്രൂശ് ഒരു തോൽവിയല്ല, ക്രൂശ് പാപത്തിന്റെ മേലുള്ള നമ്മുടെ ജയമാണ്. ക്രൂശ് ഹല്ലേലൂയ, ദൈവിക മഹത്വം വെളിപ്പെട്ട ഹല്ലേലൂയ ഒരു അനുഭവമാണ് ക്രൂശ്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളത് മറന്നു പോകരുത്. അപ്പോൾ ഒന്ന്, കർത്താവ് ഫിസിക്കലി ഹി വാസ് ലിഫ്റ്റഡ് അപ്പ്, നമ്മളിപ്പോൾ കേട്ടതുപോലെ. രണ്ടാമത്, താൻ ഉയർത്തപ്പെടും എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മൾ കർത്താവിലേക്ക് ഓടി വരികയായിരുന്നു. ഹല്ലേലൂയ, മുമ്പേ പറഞ്ഞതുപോലെ അവിടെ മണലാരണ്യത്തിലെ മരുഭൂമിയില് പിത്തള സർപ്പത്തെ ഉയർത്തിയപ്പോൾ ഓർക്കണമേ, കടി കൊണ്ടവനെല്ലാം അതിന്റെ അടുക്കിലേക്ക് ഓടി വന്ന് അതിലേക്ക് നോക്കുകയായിരുന്നു. ഇന്നൊരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ഇന്ന് ഹല്ലേലൂയ ദൈവമഹത്വം കാണുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി, സ്വസ്ഥതയില്ലാത്ത വ്യക്തി, സമാധാനമില്ലാത്ത വ്യക്തി, സന്തോഷമില്ലാത്ത വ്യക്തി, പാപത്തിന്റെ അനുഭവങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്ന വ്യക്തി, ഹല്ലേലൂയ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിലേക്ക് നോക്കണം. അതാ പറഞ്ഞത്, ഞാൻ എങ്കിലേക്ക് എല്ലാവരെയും ആകർഷിക്കും, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ. രണ്ടാമത്, ലിഫ്റ്റഡ് അപ്പ് ടു ഗ്ലോറി. ലിഫ്റ്റഡ് അപ്പ് ടു ഗ്ലോറി, താൻ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. കാരണം ഇതിനു മുമ്പ് ഒരു വാക്യം പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ വായിച്ചുകൊണ്ടിരുന്നതിൻ്റെ കുറച്ച് പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാക്യം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. 23-ാമത്തെ വാക്യം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. Verse 23, അവിടെ എഴുതിയിരിക്കുന്നു, and Jesus answered them saying, the hour has come that the Son of Man should be glorified. കർത്താവ് മഹത്വത്തിൽ താൻ ഉയർത്തപ്പെട്ടു, താൻ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഭൂമിയിൽ 33-ൽ പരം വർഷങ്ങൾ അവൻ ജീവിച്ചു. ഹല്ലേലൂയ. എന്നാൽ തന്റെ മരണത്തിൽ എന്ത് ചെയ്തെന്നറിയാമോ? ഒരു ആത്മീയമായ ഒരു മാറ്റം സംഭവിച്ചു. താൻ തേജസ്കരിക്കപ്പെട്ടു, താൻ മഹത്വീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. The cross became Christ exaltation. ഹല്ലേലൂയ. കർത്താവിന്റെ നാമത്തെ, കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തി. സ്വർഗത്തിലെ പിതാവ് കർത്താവിന്റെ മഹത്വത്തെ ഉയർത്തി. ഇന്ന് അവിടുന്ന് കാൽവറി ക്രൂശിൽ മുൾക്കിരീടവും ചുമന്നുകൊണ്ട് കിടന്ന ഒരു ലോകത്തിന്റെ മുമ്പിൽ അവജ്ഞയോടെ ലോകം നോക്കിയ, ലോകത്തിന്റെ മുമ്പിൽ നിന്ദിക്കപ്പെട്ട ഒരു സാധാരണ മനുഷ്യനല്ല, പിന്നെയോ ഇന്ന് ന്യായം വിധിപ്പാൻ തക്കവണ്ണം ന്യായ കർത്താവായി പിതാവിന്റെ വലത്ത് ഭാഗത്ത് മഹത്വത്തിലേക്ക് ഉയർത്തപ്പെട്ടവന്. മനോഹരമായൊരു വചനം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വചനമാണ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ക്രൂശില്ലാതെ ഒരു സുവിശേഷമില്ല എന്ന് ഞാൻ പറയുമ്പോൾ ഓർക്കണമേ, കർത്താവിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ക്രൂശിനെ ധ്യാനിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി പേര് ദൈവസഭയുടെ മധ്യത്തിൽ എന്നെ സാക്ഷ്യം പറയും. കർത്താവ് അസുഖങ്ങളെ മാറ്റി എന്ന് പറഞ്ഞ് നമ്മൾ സാക്ഷ്യം പറയാറുണ്ടല്ലോ. അത് നല്ലതാണ്. ജീവിതത്തിൽ അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായ വിഷയങ്ങൾക്ക് വിടുതൽ തന്നുവെന്ന് നാം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയും. അതൊക്കെ അനുഗ്രഹമാണ്. പക്ഷേ എത്ര നാൾ ആ സാക്ഷ്യം നിലനിൽക്കുന്നുണ്ട്? ഇത് പറഞ്ഞ് നമ്മളും മറന്നുപോയി, കേട്ട സഹോദരങ്ങളും മറന്നുപോയി, അല്ലേ? എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച് നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിന്റെ ജീവിതത്തിൽ സാക്ഷ്യത്തോടെ നീ ജീവിക്കും. ഹല്ലേലൂയ. കാരണം കർത്താവ് ആരെന്ന്, കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതാണ് ആദ്യം നമ്മൾ കേട്ടത്. എന്നാൽ ഇപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഹല്ലേലൂയ, കർത്താവ് എനിക്ക് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ 2-ാമത്തെ പാർട്ടിലേക്ക് വന്നത്. കാരണം അവിടുന്ന് he was glorified. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായി മാറി. പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനായി മാറി. ഇന്നെന്റെ ഭാവിയെ, എൻ്റെ നിത്യതയെ നിയന്ത്രിപ്പാൻ തക്കവണ്ണം എൻ്റെ നിത്യതയിൽ ഞാൻ ആരായി തീരണമെന്ന് ചിന്തിപ്പാനും അതിനുള്ള അധികാരവും അവരുടെ കയ്യിലെത്തിക്കഴിഞ്ഞു. അവിടുന്ന് എനിക്ക് സാക്ഷാൽ കർത്താവായി മാറി, അവിടുന്ന് എൻ്റെ ദൈവമായി മാറി. ഹല്ലേലൂയ. അതാണ് സെക്കൻഡ് പാർട്ട്. ഹി വാസ് ലിഫ്റ്റഡ് ടു ഗ്ലോറി. ഹല്ലേലൂയ. അവിടെ നമ്മൾ മനസ്സിലാക്കണമേ. ഹല്ലേലൂയ. മനോഹരമായൊരു വാക്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട്. അവിടെ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 23-ാമത്തെ വാക്യം നമ്മൾ മുമ്പേ വായിച്ചു കേട്ടിരുന്നു. എന്തോ, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. This is the theme of apostolic ministry.
This is a theme that the church has to stand for. ഇതിനു വേണ്ടിയാണ് സഭ നിൽക്കേണ്ടത്. ഇതായിരിക്കണം ഓരോ പ്രസംഗകന്റെയും പ്രസംഗ വിഷയം. ഇതായിരിക്കണം നാം സുവിശേഷം മറ്റുള്ളവരോട് പറയുമ്പോൾ സുവിശേഷത്തിനകത്തെ കേന്ദ്രബിന്ദു ഇതായിരിക്കണം. അല്ലാതെ അവൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കും, നിന്റെ വേദന മാറ്റും, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റും, അതൊക്കെ പറഞ്ഞോ, അതൊക്കെ ചെയ്യുവാൻ അവന് കഴിയും. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. പക്ഷേ അതൊന്നുമല്ല സുവിശേഷം. അത് സുവിശേഷത്തിന്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. പ്രധാന വിഷയം എന്തെന്നറിയാമോ? അവൻ നിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു. ഇനി പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. നീ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടോ, നീ മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടോ, നിനക്കൊരു ശുഭഭാവിയുണ്ട്. അതാണ് സുവിശേഷം. അതാണ് നാം പ്രസംഗിക്കേണ്ടത്. അതാണ് ഇന്ന് പ്രസംഗിക്കപ്പെടാതിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് നോക്ക്, വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നോക്ക്, പ്രസംഗിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നോക്ക്. ആ വ്യക്തി ഇന്നും തോറ്റവനായി ജീവിക്കുന്നു, ഇന്നും പാപത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നു. കാരണം പാപത്തിന്റെ മേൽ അധികാരമുണ്ടെന്നുള്ളത് അവൻ കേട്ടിട്ട് പോലുമില്ല. പാപത്തെ ജയിച്ച ഒരുവൻ ഉണ്ടെന്ന് അവൻ കേട്ടിട്ട് പോലുമില്ല. പാപത്തെ ജയിക്കുവാൻ നമുക്ക് കഴിയുമെന്ന് അവൻ കേട്ടിട്ട് പോലുമില്ല. മനസ്സിലാക്കണമേ സഹോദരങ്ങളെ. ഇവിടെ പറയുകയാണ്, അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെ പറയുന്നില്ല ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നുവെന്ന്? ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗ്ലോറിഫൈഡ് ക്രൈസ്റ്റ് ആണ്. പക്ഷെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറയുന്നത് ആദ്യം ഒരു ചോദ്യം അത് കേൾക്കുന്ന വ്യക്തിയുടെ മധ്യത്തിൽ വരും. എന്തിനവൻ ക്രൂശിക്കപ്പെട്ടു? എന്തിനവൻ ക്രൂശിക്കപ്പെട്ടു? എന്റെ പാപം നിമിത്തം അവൻ ക്രൂശിക്കപ്പെട്ടു. ലോകത്തിന്റെ പാപമാണ് അവനെ ക്രൂശിച്ചത്. ലോകത്തിൽ പാപം ആരും ചെയ്തില്ല. ഞാൻ പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ കർത്താവ് ക്രൂശിക്കപ്പെടത്തില്ലായിരുന്നു. എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന സുവിശേഷമാണ് ക്രൂശിന്റെ സുവിശേഷം. ഹല്ലേലൂയ. ഇവിടെ ഒരു വാക്യം, രണ്ട് വാക്യങ്ങൾ, ഈ വചനം നമ്മൾ കേട്ട സ്ഥിതിക്ക് ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട വിഷയം എഴുതിയിട്ടുണ്ട്. എന്തുവെന്നറിയാമോ? ജാതികൾക്ക് ഭോഷത്വവും യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ഭോഷത്വവും. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് എ സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് ടു ജ്യൂസ് ആൻഡ് ഫൂളിഷ്നെസ് ടു ജെന്റൈൽസ്. അതിൻ്റെ അർത്ഥം എന്താ? കർത്താവ് ക്രൂശിൽ മരിച്ചത് എങ്ങനെയാ യഹൂദന്മാർക്ക് ഇടർച്ചയായി തീർന്നത്? കർത്താവ് ക്രൂശിൽ മരിച്ചത് എങ്ങനെയാണ് യവനന്മാർ അല്ലെങ്കിൽ ഗ്രീക്കുകാർക്ക് അല്ലെങ്കിൽ ജാതികൾക്ക് ഭോഷത്വമായി മാറിയത്? അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? യഹൂദന്മാർ എന്താ വിശ്വസിച്ചിരുന്നത്? തങ്ങളുടെ മശിഹ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഹീറോ ആയിരിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളെ അടിമകളായി റോമ സാമ്രാജ്യക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ മശിഹ വരുമ്പോൾ റോമൻ സാമ്രാജ്യത്തെ തോൽപ്പിച്ച്, റോമൻ അധികാരത്തെ തോൽപ്പിച്ച്, അവരുടെ ചക്രവർത്തിയുടെ പവറിൽ നിന്ന്, അവരുടെ ചക്രവർത്തിയുടെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് ഒരു രാജ്യം ഇസ്രായേലിന് വേണ്ടി തുടങ്ങും. മിശിഹായെ കുറിച്ചുള്ള പ്രവചനം അതിന് സംഭവിക്കാൻ പോവുക കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്കറിയാമല്ലോ. പക്ഷേ ഇവര് യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഇതാ ചിന്തിച്ചത്, യേശു മശിഹയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവനൊരു ഹീറോ അല്ല, ഇവൻ വെറും സീറോ മാത്രമാണ്. ഇവന്റെ കയ്യിൽ പൊളിറ്റിക്കൽ പവർ ഒന്നുമില്ല, ഇവന്റെ കയ്യിൽ മിലിറ്ററി ഒന്നുമില്ല. അത് മാത്രമല്ല ഒരു മിലിറ്ററി പവറിൻ്റെതായിട്ടുള്ള, ഒരു സൈന്യത്തിൻ്റെതായിട്ടുള്ള സ്ട്രാറ്റജി ഒന്നും ഇവൻ അറിയത്തില്ല. ഇടത്തെ ഒരു ചെള്ളയ്ക്ക് അടിക്കുന്നതിന് മറ്റേ ചെള്ളയും കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് മിലിറ്ററിയാണോ? അല്ല. അപ്പോൾ അവർ നോക്കിയപ്പോൾ അവർക്ക് ഇടർച്ചയായി തീർന്നു. അവർക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. സോ അവർ സ്റ്റംബിൾഡായി, അവർ ഇടറി വീണു കർത്താവിൽ. ഇതെന്നെ ഞങ്ങളുടെ മെസ്സിഹയാണെന്ന് അവർക്ക് അംഗീകരിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യഹൂദന്മാരെ നിങ്ങൾക്ക് ഇടർച്ചയാ, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കടന്നു വന്ന ക്രിസ്തു നിങ്ങൾക്ക് ഇടർച്ചയായി തീർന്നു. പക്ഷേ ഞാൻ ആ ക്രിസ്തുവിനെ പ്രസംഗിക്കും. കാരണം എന്നറിയാമോ? നിങ്ങൾ പറയുന്നല്ലോ ഇടർച്ചയായി തീർന്നു. അവനൊരു സെർവന്റായി, ഒരു സാധുവായി തീർന്നു പറഞ്ഞല്ലോ. അവൻ മരണത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലോ. ക്രൂശിക്കപ്പെടുവാൻ തക്കവണ്ണം തന്റെ ശരീരം ഹല്ലേലൂയ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തെന്ന് പറഞ്ഞല്ലോ. എന്തിനു വേണ്ടിയാ? അവന് കഴിവില്ലഞ്ഞിട്ടല്ല. അവനൊന്ന് വിളിച്ചാൽ എത്ര ലെഗിയോൻ പടയാളികൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പക്ഷേ അവൻ വിളിക്കാതിരുന്നത് എന്തിനെന്നറിയാമോ? എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ. അതാ പൗലോസ് പറയുന്നത്. യഹൂദന്മാർക്ക് അവൻ ഇടർച്ചയായിരുന്നു. യഹൂദന്മാർക്ക് ഈ സുവിശേഷം ഇടർച്ചയായിരുന്നു. പിന്നെ എങ്ങനെയാ യവനന്മാർക്ക് ഇത് ഫൂളിഷ്നെസ് ആയത്? യവനന്മാരെന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്മാരാ. അവരെന്ന് പറഞ്ഞാൽ ഫിലോസോഫേഴ്സ്, തത്വജ്ഞാനികളാ. അവരെന്ത് കേട്ടാലും അതിനെ അവർ അളക്കും, അതിനെ അവർ പഠിക്കും, അതിനകത്തെ എല്ലാ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നോക്കും. അവർ നോക്കിയപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ഈ ലോകത്തിൻ്റെ മുഴുവൻ പേരുടെയും പാപങ്ങൾക്ക് വേണ്ടി എങ്ങനെ ഒരാൾ മരിക്കുന്നേ? ഇന്നും ചോദിക്കുന്ന ആൾക്കാർ അങ്ങനെയാ. ഈ ഒരുവൻ മരിച്ചത് കൊണ്ട് എങ്ങനെ ലോകത്തിലുള്ള മനുഷ്യൻ്റെ എല്ലാം പാപം മാറുന്നത്?
അത് മാത്രമല്ല, ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങളെല്ലാം കൂടെ എങ്ങനെ ഒരാളുടെ മേൽ ചുമത്തുന്നത്? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സുവിശേഷം അവർക്ക് ഭോഷത്വമായി തോന്നി. ഇന്നത്തെ രാത്രി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, നമ്മളിൽ എത്ര പേർക്ക് സുവിശേഷം ഭോഷത്വം? ഹല്ലേലൂയ. നമുക്ക് സുവിശേഷം, കഴിഞ്ഞിടയ്ക്ക് നമ്മളൊരു മെസ്സേജ് എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പ് 2 വർഷത്തിന് മുമ്പ് കണ്ട് ചെയ്തിട്ടുണ്ട്. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്? ക്രൂസിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ആ 3.5 മണിക്കൂർ നേരം ക്രൂസിൽ സംഭവിച്ചത് മനോഹരമായ ഒരു പ്രസംഗമായിട്ട് അന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. നമ്മൾ പ്രസംഗിച്ച് യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പോയി ഇത് കേൾക്കാം. വാട്ട് ഹാപ്പൻഡ് ഓൺ ദ ക്രോസ്. അതിനകത്ത് ഈ വിഷയം മൊത്തം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഒരാൾ മരിക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവനും പാപത്തിന് അതിൽ കൂടെ പരിഹാരം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് ആ മെസ്സേജിനകത്ത് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിൽ നിർത്തി വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത് പറയാൻ പോയി കഴിഞ്ഞാൽ സമയം എനിക്ക് കിട്ടത്തില്ല ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട്. ഹല്ലേലൂയ. ജാതികളായ യവനന്മാർക്ക്, ലോകത്തിൻ്റെ ബുദ്ധിശാലികൾക്ക് ഇത് ഭോഷത്വമായി തോന്നുന്നതിൻ്റെ കാരണം ദേ കാൺട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫോർമുല. അവർക്ക് ഈ ഫോർമുല മനസ്സിലായില്ല, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന്. പക്ഷെ പൗലോസ് എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഞാനിത് പ്രസംഗിക്കുക. ഹല്ലേലൂയ. അതാ മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്തെന്നറിയാമോ? ലോകം അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, നമ്മളിത് പ്രസംഗിക്കുക. കാരണം നമ്മളെ വിടുവിച്ച കർത്താവിന്, ഞാൻ അവസാനത്തേക്ക് വരുമ്പോൾ ചില പോയിന്റുകൾ പറയുമ്പോൾ അത് പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. നമ്മളെ വിടുവിച്ച കർത്താവിനെ അംഗീകരിക്കുക. അനേകർക്ക് ഇത് ഇടർച്ചയാണ്, അനേകർക്ക് ഇത് ഭോഷത്വമാണ്. പക്ഷേ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിക്കും, അവന് വേണ്ടി നമ്മൾ ജീവിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 6:14 മുമ്പേ നമ്മൾ വായിച്ചു കേട്ടല്ലോ. എനിക്കോ നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗോഡ് ഫോർബിഡ്. സി, ദിസ് ഈസ് എ സ്പിരിറ്റ് ഓഫ് എ പ്രീച്ചർ. ഇതാണ് ഒരു പ്രഭാഷകന്റെ, ഒരു പ്രസംഗകന്റെ, കർത്താവിൻ്റെ ദൂതറിയിക്കുന്ന ഒരു ദൂതന്റെ ഹൃദയത്തിന്റെ ഭാരം. ഇതായിരിക്കണം അവനെ നയിക്കേണ്ടത്. കർത്താവേ, ഗോഡ് ഫോർബിഡ്, ദൈവമേ എന്നെ അതിന് അനുവദിക്കരുത്. എന്ത് അനുവദിക്കരുതെന്ന്? ക്രൂശിനെ മാറ്റി നിർത്തി ഒരു പ്രസംഗം പ്രസംഗിക്കാൻ ദൈവമേ എന്നെ അനുവദിക്കരുതേ. ഇന്ന് എത്ര പേര് പ്രസംഗിക്കുന്നു ദൈവമക്കളെ ക്രൂശിനെ കുറിച്ച്? ഇന്ന് എത്ര പേര് മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുന്നു? ഇന്ന് എത്ര പേര് പാപത്തിന്റെ മേൽ ഒരു വിടുതലുണ്ട്, നീ പാപിയായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല, വിളിക്കപ്പെട്ടവൾ അല്ലെന്ന് പ്രസംഗിക്കുവാൻ ഇന്ന് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? കർത്താവിന്റെ ക്രൂശിനെ ഉയർത്തുവാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ചിലരൊക്കെ വിചാരിക്കും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുന്നത് ഈ കേൾക്കുന്ന യേശു ക്രിസ്തു അല്ലേ? അത് ശരിയാ. പക്ഷെ കർത്താവ് അനുഭവിച്ച ക്രൂശിനെ കുറിച്ച് ആരും പറയത്തില്ലല്ലോ. അവൻ ക്രൂശിൽ ചെയ്തത് എന്താണെന്ന് പറയത്തില്ലല്ലോ. എന്തിനു വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു എന്ന് പറയത്തില്ലല്ലോ. അത് പറയണമെന്നാണ് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ സുവിശേഷത്തിൽ കുരിശിനെ മാറ്റിക്കഴിഞ്ഞാൽ grace will become simply a sentiment that won't become a gift of God. കൃപയെന്ന് പറയുന്നത് ഒരു വികാരം മാത്രമായിട്ട് തീരും. എന്ന് പറഞ്ഞാൽ നമുക്ക് ആരോടെങ്കിലും കരുണ തോന്നത്തില്ലയോ? കഷ്ടം. റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഏതെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഭക്ഷണമില്ലാതെ യാചകരായിട്ടുള്ള ആ കുഞ്ഞുങ്ങളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ കൃപയല്ലത്, കരുണയാണ്. നമുക്ക് ദയ തോന്നുക. അവർക്ക് ഇച്ചിരി ഫുഡ് വാങ്ങിച്ചു കൊടുക്കുകയോ ഇച്ചിരി പൈസ കൊടുക്കുകയോ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ദയ. ഹല്ലേലൂയ. ഈ ക്രൂശിനെ, ഈ സുവിശേഷത്തിൽ നിന്ന് ക്രൂശിനെ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഗ്രേസ് എന്ന് പറയുന്നത് വെറും മനുഷ്യൻ്റെ ദയയായിട്ട് മാറും. ആ ക്രൂശ് ഉള്ളത് കൊണ്ടാണ് അത് സ്വർഗത്തിൻ്റെ ദാനമായി മാറുന്നത്. കാരണം ആ ഗ്രേസിന്, ആ കൃപയ്ക്ക് കൊടുത്ത വിലയാണ് ക്രൂശ്. അതുകൊണ്ടാണ് അത് സ്വർഗത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന പ്രവൃത്തിയായി മാറിയത്. ഞാൻ ഒത്തിരി അത് വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. പല കാര്യങ്ങളും എൻ്റെ മനസ്സിലേക്ക് വരുന്നു. ഞാൻ ആ ചിന്തകളിലേക്ക് പോകുന്നില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. കാരണം ഒരു 2-3 കാര്യങ്ങളൂടെ പറഞ്ഞ് ഈ വചനത്തിൽ നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. A true disciple do not preach merely Christ as a teacher, miracle worker or a moral example. They preach Christ crucified. ഒരു യഥാർത്ഥ ശിഷ്യൻ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് അവനൊരു വലിയ ഗുരുവാണെന്ന് മാത്രമല്ല, അവൻ നമുക്ക് ഫോളോ ചെയ്യുവാനുള്ള എക്സാമ്പിൾ മാത്രമാണെന്നല്ല. ഹല്ലേലൂയ. അവനൊരു മിറക്കിൾ വർക്കർ, അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചവനെന്ന് മാത്രമല്ല, ഒരു യഥാർത്ഥ ക്രിസ്തു ഭക്തൻ പ്രസംഗിക്കുന്നത് ഹല്ലേലൂയ അവൻ ക്രൂശിക്കപ്പെട്ടവനാണെന്ന്.
എന്റെയും നിന്റെയും പാപത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാ. ലോകമേ, നിന്റെ പാപമാണ് എന്റെ കർത്താവിനെ ക്രൂശിച്ചതെന്നാണ് ഒരു യഥാർത്ഥ ഭക്തൻ പ്രസംഗിക്കുന്നത്. എന്റെ പാപമാണ് എന്റെ കർത്താവിനെ ക്രൂശിച്ചത്. ഈ പാപത്തിൽ നിനക്ക് വിടുതൽ പ്രാപിക്കണമെങ്കിൽ, പിശാചിന്റെ കീഴിൽ കിടന്ന് അടിമയായി നിന്റെ ജീവിതകാലം മുഴുവനും നിത്യനരകത്തിന്റെ പാതയിൽ ഈ ഭൂമിയിലും ജീവിച്ച് നിത്യതയിൽ നരകത്തിൽ വീഴാതിരിപ്പാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഈ ക്രൂശിലേക്ക് നീ നോക്ക്, നീ രക്ഷിക്കപ്പെടും. അതാ ക്രൂശിന്റെ സുവിശേഷം. അതാണ് ഒരു ക്രിസ്തു ഭക്തൻ പ്രസംഗിക്കേണ്ടത്. Now finally, what do we see on the cross of Calvary? എന്താണ് കാൽവറി ക്രൂശിൽ ഞാനും നിങ്ങളും കാണുന്നത്? 3 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. 1, the crucified Christ reveals the character of God. മറന്നു പോകരുത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. എന്താ ദൈവത്തിൻ്റെ സ്വഭാവം? കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ്, കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം അല്ലേ? ഈ ദൈവത്തിൻ്റെ സ്വഭാവം ക്രിസ്തുവിലൂടെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലാണ് നമ്മൾ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലല്ല കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ക്രൂശാരോഹണത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അവൻ ദൈവമാണ്, തേജസ്കരിക്കപ്പെട്ടവനാണ്. ആ ദൈവത്തെ കണ്ടാണ് യോഹന്നാന്റെ കാൽപാദത്തിൽ വീണത്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. അവരുടെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുന്നത് ഞാനും നിങ്ങളും കിടക്കേണ്ടിയിടത്ത് കിടക്കുന്നവനാ, എനിക്കും നിങ്ങൾക്കും പകരക്കാരനായി തൂക്കി കിടക്കുന്നവനാ. ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഇറ്റ് റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവത്തെ അവിടെ കാണുന്നു. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് ആണ് ദൈവത്തിൻ്റെത്. 1, ലവ്. നമ്മളെപ്പോഴും പറയുന്നത് ഗോഡ് ഈസ് ലവ്. ഇന്ന് പ്രസംഗിക്കപ്പെടുന്ന മുഴുവനും അതാ, ദൈവം സ്നേഹമാണ് അല്ലേ? ദൈവം താങ്ങും, ദൈവം കരുതും, ദൈവം സൂക്ഷിക്കും, ദൈവം കൈവിടത്തില്ല, ദൈവം സൗഖ്യമാക്കും, ദൈവം പ്രയാസങ്ങൾ മാറ്റും. ഇത് മാത്രമേ കാണുവാനുള്ളൂ, കേൾക്കുവാനുള്ളൂ. ക്രിസ്തുവിനെ കുറിച്ച്, യേശുവിനെ കുറിച്ച് എഴുതപ്പെട്ട പാട്ടുകളിൽ 99% ദൈവസ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് അല്ലേ? ഈക്വലായിരിക്കുന്ന, സ്നേഹത്തെ പോലെ ഈക്വലായിരിക്കുന്ന ദൈവത്തിൻ്റെ മറ്റൊരു സ്വഭാവമാണ് ജസ്റ്റിസ്. അവൻ നീതിയുള്ളവനാണ്, അവൻ വിശുദ്ധിയുള്ളവനാണ്, ഹോളി. ഇത് എത്ര പേര് പാട്ട് പാടുന്നുണ്ട്? കുറച്ച് പേർക്ക് എഴുതുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച്, ഒരു പാപിയെ സ്വർഗത്തിലെത്തുവാൻ നീതിമാനായ ദൈവത്തിന് കഴിയുമോ? ഒരു കോടതിയിൽ ഒരുവൻ കുറ്റം ആരോപിക്കപ്പെട്ട് അവൻ്റെ മേലുള്ള കുറ്റമൊക്കെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റവാളിയെ വെറുതെ വിടുവാൻ ഒരു ന്യായാധിപന് കഴിയുമോ? നിങ്ങൾ പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ കവർച്ച നടത്തിയ ഒരു മനുഷ്യൻ, അല്ലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊന്ന ഒരു മനുഷ്യനെ എല്ലാവരും കൂടി പിടിച്ചു, നമ്മളും കയറി പിടിച്ചു. അവനാണ് കൊന്നതെന്ന് മനസ്സിലായി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെയാ കൊന്നത്. അവരെക്കൊണ്ട് കോടതി പോയി. ഇവനെ ശിക്ഷിച്ചാലും നമുക്ക് നഷ്ടപ്പെട്ടത് തിരികെ കിട്ടത്തില്ലെന്ന് നമുക്കറിയാം. എങ്കിലും ഇവനൊരു കുറ്റവാളിയാണ്, ഇവൻ ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് ധാർമ്മികമായ നമ്മുടെ ചിന്ത അല്ലേ? നമ്മളവിടെ അവിടെ കൊണ്ടുപോകുമ്പോൾ, കോടതി കൊണ്ടുവരുമ്പോൾ അവിടെ നിന്ന് ന്യായാധിപൻ എഴുന്നേറ്റ് പറയുക, ഇയാളിനെ ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ധാർമ്മിക രോക്ഷം എത്രമാത്രം വലുതാ അല്ലേ? അല്ലേ? ഈ മനുഷ്യൻ കുറ്റം ചെയ്തെന്നുള്ള തെളിവാണ്. അവൻ കുറ്റം ചെയ്തെന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെ ഈ മനുഷ്യനെ വെറുതെ വിടുന്നു? നമ്മൾ അവിടെ നിൽക്കുന്നവരെല്ലാം, ഇത് കേൾക്കുന്നവരെല്ലാം, ലോകം മുഴുവനും, ഇവിടുത്തെ പ്രസും മീഡിയയും എല്ലാം കുറ്റം പറയുന്നത് കുറ്റവാളിയെയല്ല, കുറ്റം പറയുന്നത് ന്യായാധിപനെയാണ്, ജസ്റ്റിസിനെയാണ് അല്ലേ? ആ കുറ്റം ന്യായാധിപനോട് പറയും, നീ ഒരു ന്യായാധിപനായിരിക്കാൻ യോഗ്യനല്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ എത്രമാത്രം കുറ്റം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം അല്ലേ? ജനിച്ച നാൾ മുതൽ ഇന്നു വരെയുള്ള നമ്മുടെ ദോഷങ്ങളൊന്ന് ഓർത്തേ. നമ്മുടെ ചിന്തകളിൽ വന്നത്, നമ്മുടെ ഇൻറ്റൻഷൻസിൽ, നമ്മുടെ രീതികളിൽ വന്നത്, നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളിൽ വന്നത്, ഹല്ലേലൂയ, അനുദിന ജീവിതത്തിൽ വന്നത്, ഇതെല്ലാം കൂടെ ഒന്ന് എഴുതിക്കേ. ഇന്നത്തെ ഒരു ദിവസത്തെ മാത്രം എഴുതിയാൽ 200 പേജിൻ്റെ ഒരു ബുക്ക് തീരും, അതിനപ്പുറം തീരും. ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ ഉള്ളതൊന്ന് എഴുതിയേ. രഹസ്യവും പരസ്യവുമായ പാപങ്ങളൊന്ന് എഴുതിക്കേ. അത് പാപമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ വചനം പഠിക്കണം, ദൈവത്തിന്റെ കൽപ്പന പഠിക്കണം, ദൈവത്തിന്റെ നിയമം പഠിക്കണം. അപ്പൊ നമ്മൾ ചിന്തിച്ചത്, നമ്മൾ ചെയ്തത്, നമ്മൾ കൂട്ടുനിന്നത്, നമ്മൾ ആൾക്കാരെ വശീകരിച്ചത്, ഇതെല്ലാം നിയമലംഘനമായി മാറും ഈ വചനവുമായിട്ട് നോക്കുമ്പോൾ. അതെല്ലാം കൂടെ ഒന്ന് എഴുതിക്കേ. ഇനി പറ, നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമോ? ദൈവം ന്യായാധിപനായി നിൽക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ ചെല്ലാൻ പറ്റുമോ? പറ്റത്തില്ല. അഥവാ ഈ പാപിയെ സ്വർഗത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ദൈവം ന്യായാധിപനാണോ? ഈ നമ്മൾ തന്നെ പറയും നീ ന്യായാധിപനല്ലെന്ന്. അവിടെയാണ് ക്രൂശിൻ്റെ മഹത്വം വന്നത്. എന്നെ ശിക്ഷയ്ക്ക് വിധിക്കേണ്ടുന്നവൻ തന്നെ ആ ശിക്ഷ അങ്ങേറ്റു.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യായാധിപന്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഈ കുറ്റവാളിക്ക് ഈ ശിക്ഷയ്ക്കുള്ള പരിഹാരം എന്താ? മേ ബി 1 million pound ഓർ മേ ബി 100,000 pound. അതിന് കൊടുക്കേണ്ട റെസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ അതിന് കൊടുക്കേണ്ട പ്രൊപ്പീഷിയേഷൻ അത്രയുമായിരിക്കാം. അപ്പോൾ 100,000 കൊടുത്തു കഴിഞ്ഞാൽ ഈ മനുഷ്യനെ വെറുതെ വിടുമെന്ന് അങ്ങ് വെച്ചോ. ആ മനുഷ്യന്റെ പൈസയില്ല കൊടുക്കാൻ. ന്യായാധിപൻ എഴുന്നേറ്റ് വന്നിട്ട് പറയുക, അവന് വേണ്ടി ഞാൻ പൈസ തന്നോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുറ്റത്തിന് ആ പൈസ കൊടുത്താൽ, ആ പ്രൈസ് പേ ചെയ്ത് കഴിഞ്ഞാൽ ഹല്ലേലൂയ. അല്ലെന്നുണ്ടെങ്കിൽ ആ ന്യായാധിപൻ പറയുക, ഇവൻ ജയിലിൽ കിടക്കേണ്ട സമയം ഞാൻ ജയിലിൽ കിടന്നോളാം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഹീ സെറ്റ് ഫ്രീ അല്ലേ? നമ്മുടെ ദൈവത്തിൻ്റെ മകനായി മകളായി തീരുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ? ഹല്ലേലൂയ. ഞാൻ ചെയ്ത കുറ്റം മുഴുവനും കർത്താവ് ഏറ്റെടുത്തിട്ട് പറഞ്ഞു, അവന് വേണ്ടിയാണ് ഞാൻ ശിക്ഷ അനുഭവിച്ചത്, അവൾക്ക് വേണ്ടിയാണ് ഞാൻ ശിക്ഷ അനുഭവിച്ചത്. നൗ ദേ ആർ സെറ്റ് ഫ്രീ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത്ര ചുരുക്കമായ മിനിറ്റുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ലിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ പോയി ഞാൻ അന്ന് പറഞ്ഞ വീഡിയോ തന്നെ നിങ്ങൾ കാണണം. അതിനകത്ത് വെൽ എക്സ്പ്ലെയിൻഡ് ആണ്. ഇതൊക്കെ ശരിക്കും അന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോയി അത് കേൾക്കണം, ഇത് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്നത്, ക്രൂശിലേക്കൊന്ന് നോക്കിക്കേ. യു സീ ബോത്ത് ലവ് ആൻഡ് ജസ്റ്റിസ് ഓഫ് ഗാഡ്. ലവ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മനസ്സിലാകും എന്താണെന്നറിയാമോ? ഞാൻ മരിക്കേണ്ടയിടത്ത് മരിപ്പാൻ തക്കവണ്ണം കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ദാറ്റ് ഷോസ് ദി എവർലാസ്റ്റിംഗ് ലവ് ഓഫ് ഗാഡ് അല്ലേ? നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പലയിടത്തും ഹല്ലേലൂയ മധ്യസ്ഥത നിൽക്കത്തില്ലേ? നമ്മുടെ മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും വില കൂടിയ ഒരു സാധനം, വല്ല ടെലിവിഷനോ കമ്പ്യൂട്ടറോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ അറിയാതെ തട്ടി താഴെ ഇട്ട് കഴിഞ്ഞ് അത് പൊട്ടിച്ചെതിറി കിടക്കുകയാണ്. 1200 pound ആണ് അതിൻ്റെ വിലയെങ്കിൽ ആ കടക്കാരൻ പറയുകയാണ്, ഈ പൈസ തന്നിട്ട് പോകാനൊക്കത്തില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കൊച്ചിയർക്കൻ്റെ കോളറിന് പിടിച്ച് അവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആ കടയുടെ ഓണറിൻ്റെ കൈ അങ്ങ് എടുക്കും അവൻ്റെ കോളറേന്ന്. എന്തിനാ കൊച്ചിൻ്റെ കൈ കോളറെ പിടിച്ചേക്കുന്നത്? കടക്കാരൻ പറയും, എൻ്റെ 1500 pound ഇത് കണ്ടില്ലേ നശിപ്പിച്ചിട്ടിരിക്കുന്നത്, ഇവനെ വിടാൻ പറ്റുമോ? ഇവൻ പൈസ തരാതെ പോകാൻ പറ്റുമോ? നമ്മൾ പറയാം, അവൻ്റെ കോളറിൽ നിന്ന് വിടാം, ആ പൈസ ഞാൻ തരാം. എൻ്റെ സ്നേഹം, എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം, കർത്താവ് അതാ പറഞ്ഞത്. ഇവനെ നീ പാപിയായി മുദ്ര കുത്തണ്ട, അവൻ്റെ പാപം ഞാൻ ചുമന്നു. കർത്താവിൻ്റെ സ്നേഹമാണ് കണ്ടത്. 2, കർത്താവിൻ്റെ ജസ്റ്റിസ് കണ്ട്. എന്തുവാണെന്നറിയാമോ? പാപിയെ വെറുതെ വിട്ടോ? എന്നെ വെറുതെ വിട്ടോ? ഇല്ല. ഞാൻ കൊടുത്തു തീർക്കേണ്ട കടം മറ്റൊരുവൻ കൊടുത്തു തീർത്തു. ആ മറ്റൊരുവൻ ആരെന്നറിയാമോ? സാക്ഷാൽ ദൈവം തന്നെ. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ റോമാലേഖനം 3-ാം അധ്യായം ഒന്ന് പഠിച്ചാൽ മതി. 3-ാം അധ്യായം താഴേക്കൊന്ന് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നല്ല വാക്യങ്ങൾ, മനോഹരമായ വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം എഴുതിയിരിക്കുന്നു, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എവരി പേജ് ഓഫ് സ്ക്രിപ്ചർ റിവീൽസ് എ ഗോഡ് ഹു പെർസ്യൂസ് ഹിസ് പീപ്പിൾ. തൻ്റെ ജനത്തിനു വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറുള്ള ഒരു ദൈവത്തെയാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മളെ സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. കർത്താവേ, ഈ ഭാരം ആരെടുക്കും? മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ താഴെയുള്ള ഏറ്റവും അവസാനത്തെ 2 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രൈസ് ഗോഡ്. ഈ ലോകത്തിൽ ആർക്കത് പറയുവാനായിട്ട് പറ്റും? ഹല്ലേലൂയ. നിന്റെ പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ഭാരം എന്തുമായിക്കൊള്ളട്ടെ, നിന്റെ ഉറക്കം കെടുത്തുന്ന അനുഭവം എന്തുമായിക്കൊള്ളട്ടെ, ആകാശത്തിന്റെ കീഴിൽ അതിനൊരു പരിഹാരമില്ലെന്ന് പിശാച് നിന്നോട് എത്രമാത്രം പറഞ്ഞാലും, ഈ ലോകം മുഴുവനും പറഞ്ഞാലും, യേശു പറയുന്നു, നീ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിനക്കൊരു പരിഹാരം തരും, ഞാനൊരു വഴി തുറക്കും നിനക്ക്, ഞാനൊരു പരിഹാരമിടും. എൻ്റെ കയ്യിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവും ഈ പ്രപഞ്ചത്തിലില്ല, ഭൂമിയിലല്ല, ഈ പ്രപഞ്ചത്തിലില്ല. കാരണം ഹി ഈസ് ഗ്ലോറിഫൈഡ്, അവൻ മഹത്വീകരിക്കപ്പെട്ട ദൈവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സ്വഭാവം നമുക്കവിടെ കാണാൻ പറ്റും. ഒത്തിരി ക്രൂശിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ, ക്രൂശിനെ ഒന്ന് ധ്യാനിച്ച, ക്രൂശിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം പാർഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, ദൈവം പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തത്. ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ ജസ്റ്റിസ് ഓഫ് ഗോഡ് മീറ്റ് ടുഗദർ ഓൺ ദ ക്രോസ്. കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ നീതിയും ക്രൂശിൽ ഒരുപോലെ കൂട്ടിമുട്ടുന്നത് നമ്മൾ കണ്ടു. നമുക്കറിയാം, കർത്താവിൻ്റെ ഒരു വശത്ത് കിടന്ന കള്ളനോട് കർത്താവ് പറഞ്ഞത് അറിയാമോ? ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. സമൂഹത്തിലെ ഏറ്റവും താണവനെ, ഹല്ലേലൂയ, അവൻ്റെ ജീവിതകാലം മുഴുവനും കുറ്റവാളിയായി ജീവിച്ചവനാണ്. എന്നാൽ ക്രൂശിന്മേൽ കിടക്കുന്ന കർത്താവിങ്കിലേക്ക് അവൻ നോക്കി, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ്റെ ദൈവത്വത്തിൽ വിശ്വസിച്ച്, ക്രിസ്തുവിൽ വിശ്വസിച്ച് അവൻ ഏറ്റുപറഞ്ഞപ്പോൾ കർത്താവ് കൊടുത്ത മറുപടി ഇതാണ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് നിന്നെ ഞാൻ കൊണ്ടുപോകും.
the worst sinner on the earth, stand in hand with the holiest person in the universe. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പരിശുദ്ധനായവനോട് കൂടെ ഈ ലോകത്തിലെ ഏറ്റവും പാപിയായവൻ കഴിയുന്ന കാഴ്ചയാണ് ആ രാത്രിയിൽ ഈ പ്രപഞ്ചം കണ്ടത്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആര് പറഞ്ഞു നമുക്ക് പരിഹാരമില്ലെന്ന്? ആര് പറഞ്ഞു ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ലെന്ന്? ആര് പറഞ്ഞു ക്രിസ്തുവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയില്ലെന്ന്? ക്രൂശിലേക്ക് നോക്കിയാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പെട്ടെന്ന് ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. The wonder of the gospel is that the one offended by sin became the one who bore its penalty. പാപത്തെ വെറുത്ത ദൈവം തന്നെ പാപത്തിന് പരിഹാരമായി യാഗമായി സ്വയം തീർന്നു. എന്തൊരു വിരോധാഭാസമായി! ഇറ്റ് ഈസ് സോ ഐറോണിക്കൽ, നോ? പാപത്തെ വെറുത്ത ദൈവം പാപമായി തീർന്നു. പ്രൈസ് ഗോഡ്. ദാറ്റ് വി സീ ഓൺ ദ ക്രോസ്. അതാണ് ക്രൂശിൽ നമ്മൾ കാണുന്നത്. നമ്പർ 2, ഒന്ന് നമ്മൾ കണ്ടത് എന്താണെന്നറിയാമോ? The crucified Christ reveals the character of God. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. 2, the crucified Christ bears the curse of humanity. മനുഷ്യരാശിയുടെ മുഴുവനും ശാപം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവാണ് ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് പ്രസംഗിക്കാൻ ഒറ്റ വിഷയമേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു. അത് പറഞ്ഞാലേ നമുക്ക് പ്രയോജനമുള്ളൂ. അത് പറഞ്ഞാലേ സാധാരണ മനുഷ്യരായ നമുക്ക് പ്രയോജനമുള്ളൂ. ഗലാത്യലേഖനം 3:13 പ്രിയ സഹോദരൻ വായിച്ച വാക്യം ഒന്നുകൂടെ ആരെങ്കിലും ഒന്ന് വായിച്ചേ. മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നമുക്കറിയാം, ആ ആദം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മുഴുവനും ശാപത്തിൻ്റെ കീഴിലായിരുന്നു. നമ്മുടെ അപ്പനപ്പൂപ്പന്മാർ ചെയ്ത ശാപങ്ങൾ മുഴുവനും നമ്മുടെ മേൽ തന്നെയായിരുന്നു വന്നത്. ഹല്ലേലൂയ. അതിനൊക്കെയും പരിഹാരം നാം കൊടുക്കേണ്ടി വരുന്നു. ന്യായപ്രമാണ പ്രകാരം അപ്പൻ്റെയും അമ്മയുടെയും ശാപം മക്കളിലേക്ക് വ്യാപരിക്കും. ഹല്ലേലൂയ. ആ 4 തലമുറയോളം ആ പാപം അനുഭവിക്കേണ്ടതായിട്ട് വരും. ന്യായപ്രമാണത്തിന്റെ നിയമം അത്. അങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തു നോക്കിയേ, എൻ്റെ അപ്പനും അപ്പൂപ്പന്മാരൊക്കെ ചെയ്തിട്ടുള്ളത്, അവരൊക്കെ എത്ര ക്രൂരന്മാരായിരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അവർ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അനേകരെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ട്, അനേകരെ വിഷമവസ്ഥയിലാക്കിയിട്ടുണ്ട്. നമ്മളൊക്കെ അവരെ കണ്ടിട്ടുള്ളത് 85 വയസ്സ് 90 വയസ്സ് കഴിയുമ്പോൾ കട്ടിലേക്ക് കിടന്ന് ഞരക്കുന്നതാ അല്ലേ? അവരുടെ ചെറുപ്പമൊന്നും അങ്ങനൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മളെക്കാളൊക്കെ ഭയങ്കരന്മാരായിരിക്കാം ഒരു പക്ഷേ അവര്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ചില തലമുറകളെ എടുത്തേ, 10 തലമുറയല്ല, ആദം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ തലമുറയും എടുക്ക്. നമ്മൾ ഇന്നലെ പൊട്ടി വന്നവരല്ല നമ്മുടെ മുമ്പിൽ എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദാറ്റ് ഗോസ് ടിൽ വെയർ? ടിൽ ആദം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ തലമുറകളുടെ മുഴുവനും കൂടെ ശാപം എൻ്റെ മേലാണ് വന്നിരിക്കുന്നത്. ഞാൻ തല നോക്കാൻ പറ്റുമോ? ആ ശാപങ്ങളായ യേശു ഏറ്റെടുത്ത്. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതാക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. If a person be in Christ, he is a new creature. Behold, everything old is gone, it has become new. എൻ്റെ എല്ലാ ശാപങ്ങളും മാറി. ഇവിടെ ഇരിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഹല്ലേലൂയ, ഈ വചനം ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ, നിന്റെ അപ്പൻ എങ്ങനെയായിരുന്നു, വല്യപ്പൻ എങ്ങനെയായിരുന്നു, നിന്റെ ഗ്രാൻഡ് ഫാദേഴ്സ് എങ്ങനെയായിരുന്നു, ഗ്രാൻഡ് മദേഴ്സ് എങ്ങനെയായിരുന്നു, നിനക്കത് വിഷയമല്ല. നീ ക്രിസ്തുവിലേക്ക് വന്നാൽ എല്ലാ ശാപങ്ങളും അവിടെ കൊണ്ട് തീരും. പിന്നെ ഒരു ശാപം മുറിക്കൽ എന്നുവെന്നും വേണ്ട. Once for all, it's all gone. No curse can ever rule over you. നിന്റെ മേൽ ഒരു ശാപവുമില്ല, കാരണം നിന്റെ ശാപം മുഴുവനും പോയി. ഇനി നീ ശാപത്തിന്റെ കീഴിൽ വരത്തില്ല. ക്രിസ്തു നിനക്ക് വേണ്ടി ശാപമായി തീർന്ന ദൈവത്തിന്റെ തിരുവചനം പറയുന്നത് നീ വിശ്വസിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, he bore the curse of the humanity. ലോകത്തിന്റെ മുഴുവനും പാപം വഹിച്ചു. ഞാൻ ചുരുക്കമായിട്ട് പറഞ്ഞു നിർത്തുകയാണ്. ഹല്ലേലൂയ. ഈ ശുശ്രൂഷയുടെ ഈ വചനത്തിൻ്റെ നോട്ട്സ് ഞാൻ ഇൻ്റർനെറ്റിലിടാൻ നിങ്ങൾക്കെല്ലാം അത് വിശദമായിട്ട് വായിക്കാം. ഞാൻ ഈ പറയാത്ത പല കാര്യങ്ങളും നോട്ട്സിനകത്ത് വരും. നിങ്ങൾക്കത് വായിച്ച് മനസ്സിലാക്കാം. ഇഫ് യു വിഷ് ടു ഡു സോ. ഹല്ലേലൂയ. The cross demonstrates that sin is so serious that it requires the death of the Son of God as penalty. If forgiveness could have been achieved through human efforts or religious ceremonies, the death of Christ on Calvary would have been unnecessary. പാപം എത്ര സീരിയസ് ആണെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന് തൻ്റെ പുത്രനെ അതിന് പകരം കൊടുക്കേണ്ടി വന്നു.
ദൈവപുത്രൻ തന്നെ അതിന് വില കൊടുക്കേണ്ടി വന്നു. അത്രമാത്രം സീരിയസും ഗൗരവമാണ് പാപം. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇനി നമുക്ക് പാപത്തെ സ്നേഹിക്കാൻ കഴിയുമോ? പാപത്തിന് കീഴ്പ്പെടുവാൻ കഴിയുമോ? പാപത്തിൻ്റെ വഴികളിൽ പോകുവാൻ കഴിയുമോ? അതിന് കൊടുത്ത വില എത്ര വലുതാണെന്നറിയാമോ? ഹല്ലേലൂയ. ദൈവവചനത്തിൽ ഒത്തിരി വചനങ്ങൾ പറയുന്നുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ദ വയലന്റ് സിന്നർ ക്യാൻ ബിക്കം ഫ്രീ. നമുക്ക് ജോൺ ന്യൂട്ടൻ്റെതായിട്ടുള്ള സാക്ഷ്യം നമുക്കറിയാം. യു നോ അമേസിംഗ് ഗ്രേസ്. കുഞ്ഞുങ്ങളൊക്കെ പാടുന്ന പാട്ടുകളാണ്. അമേസിംഗ് ഗ്രേസ്, ജോൺ ന്യൂട്ടൺ. He was the author of Amazing Grace, spent years involved in the slave trade. അടിമ വ്യാപാരിയായി ജീവിച്ചവനാ. അവന് നന്നാ ചെറുപ്പം മുതൽ പാപത്തിന്റെ മട്ടൂറ്റി കൊടുത്ത ഒരു ചെറുപ്പക്കാരനാണ് ജോൺ ന്യൂട്ടൺ. അടിമകളുടെ കപ്പലുകളിലൊക്കെ അവൻ ജോലി ചെയ്തു. അവസാനം അടിമകളുടെ കപ്പലിന്റെ ക്യാപ്റ്റനായി തീർന്നു. He became a slave trader. അടിമ വ്യാപാരം ചെയ്യുന്ന അടിമ വ്യാപാരിയായി. അടിമകളെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയാണ്, അറിയാമോ? മനുഷ്യനെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക. അവരോടുള്ള ഇടപെടൽ എങ്ങനെയായിരിക്കും? അവരെ എത്രമാത്രം അബ്യൂസ് ചെയ്ത് കാണും. ഈ പാപപങ്കിലമായ ജീവിതത്തിൽ മദ്യത്തിനും എല്ലാ വെറുക്കൂത്തുകൾക്കും അടിമയായി ഈ ലോകത്തിൽ ഏറ്റവും ദൈവം വെറുക്കുന്ന പാപത്തിന് അടിമയായിരുന്ന ജോൺ ന്യൂട്ടൺ ആണ് പിൽക്കാലത്ത് കർത്താവിനെ പ്രസംഗിക്കുന്ന ശുശ്രൂഷകനായി മാറിയത്. അദ്ദേഹം എഴുതിയ മനോഹരമായ പാട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഒന്നിച്ച് പാടി ആരാധിക്കുന്നത്, അല്ലേ? Amazing grace, how sweet the sound that saved a wretch like me. I once was lost, but now I'm found. Was blind, but now I see. എത്ര മനോഹരമായ പാട്ടല്ലേ, അല്ലേ? കർത്താവിന് മാറ്റാൻ പറ്റുമോ ഒരു മനുഷ്യനെ? കർത്താവിന് ഒരാളെ ഭാവിയെ മാറ്റാൻ പറ്റുമോ? കർത്താവിന് ഒരാളെ ജീവിതത്തിൽ പ്രത്യാശ കൊടുക്കാൻ പറ്റുമോ? ആശ കൊടുക്കാൻ പറ്റുമോ? നിന്റെ ജീവിതം എത്ര തകർന്നു തരിപ്പണമായാലും ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിലേക്ക് നീ നോക്കി, കർത്താവേ, എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ മരിച്ചത്, നിനക്കൊന്ന് ഏറ്റു പറയുവാൻ കഴിയുന്നെങ്കിൽ, ആ ഒരൊറ്റ നിമിഷം നീ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ, ഹല്ലേലൂയ, you can become a saint in a moment. The sinner can become a saint in a moment if you repent and believe in Christ Jesus who is crucified. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിൽ, ഹല്ലേലൂയ, ഏറ്റുപറഞ്ഞ് വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നിന്റെ ജീവിതത്തെ മാറ്റുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, ഒരൊറ്റ നിമിഷം കൊണ്ട് എത്ര പാപിയായാലും നിന്നെ അവൻ വിശുദ്ധനാക്കി മാറ്റും. ഒരൊറ്റ നിമിഷം. അതാ ജോൺ ന്യൂട്ടൻ്റെ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ലാസ്റ്റ് പോയിന്റ് ഐ സേ ഇൻ 3 to 5 minutes. നമ്മൾ ഒന്ന് കേട്ടു, the crucified Christ reveals the character of God. രണ്ടാമത് കേട്ടു, the crucified Christ bears the curse of humanity. ദൈവത്തിൻ്റെ സ്വഭാവം ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു കാണിച്ചു തരുന്നു ക്രൂശിൽ. 2, ലോകത്തിൻ്റെ പാപത്തെ മുഴുവനും, ലോകത്തിൻ്റെ ശാപത്തെ മുഴുവനും അവൻ ക്രൂശിന്മേൽ വഹിച്ചു. 3, the crucified Christ is the only hope of this world. ഈ ലോകത്തിൻ്റെ ഏക പ്രത്യാശ, ലോകത്തിൻ്റെ ഏക പരിഹാരം, ലോകത്തിൻ്റെ ഏക വഴി, റെമഡി, the crucified Christ. നമുക്കറിയാം, ഈ ലോകം മുഴുവനും പാപത്തിൽ കഴിയുക, ലോകം മുഴുവനും അന്ധകാരത്തിൽ കഴിയുക, ലോകം മുഴുവനും വേദനയിൽ കഴിയുക, കുടുംബങ്ങളിൽ സ്വസ്ഥതയില്ല, മനുഷ്യന്റെ ജീവിതത്തിന് സമാധാനമില്ല, സ്നേഹിക്കുവാൻ അറിയുകയില്ല, വൈരാഗ്യവും ക്രോധവും കോപവും കൊണ്ട് മനുഷ്യൻ മുഴുവനും നിറയുകയാണ്, മത്സരബുദ്ധിയായി മനുഷ്യൻ തീരുകയാണ്. എവിടെ നോക്കിക്കേ, ലോകത്തിൽ വെളിയിലായാലും ശരി, സഭയ്ക്കകത്തായാലും ശരി, മനുഷ്യൻ പിരിമുറുക്കത്തിനകത്തായിരിക്കുക, പിശാചിന്റെ കൈകളിൽ അവൻ ആയുധമായിരിക്കുക. ഇതിന്റെ മധ്യത്തിൽ ഒരു സ്വസ്ഥതയ്ക്ക്, ഒരു സമാധാനത്തിന്, ഒരു സന്തോഷത്തിന്, സ്നേഹം എന്തെന്നറിയണമെങ്കിൽ, ക്ഷമ എന്തെന്നറിയണമെങ്കിൽ, മത്സരമില്ലാതാകണമെന്നറിയണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, അത് ക്രിസ്തുവാണ്, യേശുവാണ്. നിന്റെ ജീവിതത്തെ മാറ്റുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. നിന്റെ തലവേദന മാറ്റുവാൻ, നിന്റെ ജീവിതത്തിലെ സ്ട്രെസ് മാറ്റുവാൻ, നിന്റെ ആങ്സൈറ്റിയെ മാറ്റുവാൻ, നിന്റെ അപകർഷതയെ മാറ്റുവാൻ കർത്താവിന് മാത്രമേ കഴിയൂ. ഇരുള് മൂടിക്കഴിഞ്ഞിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ വെളിച്ചം കൊണ്ടുവരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. Only crucified Christ can do this.
ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസികളായ നമ്മളെല്ലാവരെയും കർത്താവിൻ്റെ ആത്മാവ് ഒരു കാര്യം ഓർമ്മിപ്പിച്ചിരിക്കുന്നത് കൊലോഷ്യൻസ് 1:27 പറയുന്നു, ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. ഒരു മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്, ഒരു ശ്രേഷ്ഠമേറിയ സുവിശേഷ മർമ്മത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുകയാണ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങളിൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ കടന്നു പോകുന്നിടത്തൊക്കെയും മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തുവിനെ ലോകം കാണണം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഇവിടുത്തെ പള്ളികളുടെയൊക്കെ മുകളിൽ ഈ കുരിശ് വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ? നാട്ടിലൊക്കെ മിക്കവാറും എല്ലായിടത്തും ഉണ്ട്. ഞാനൊരു കാര്യം അങ്ങ് ചിന്തിക്കുക ഇങ്ങനെ മാനുഷികമായിട്ട്. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. അത് യാദൃച്ഛികമായിട്ടല്ല ദൈവം അനുവദിച്ചത്. എന്തെന്നറിയാമോ? ലോകത്തോട് സൈലൻ്റായിട്ടൊരു മെസ്സേജ് കൊടുക്കുകയാണ് കുരിശ്. നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്ര കുരിശ് കാണുന്നുണ്ട് ദൂരെ, ഇങ്ങനെ ഉയർന്നു നിൽക്കുക. അതൊരു സുവിശേഷം ഈ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ഒരുവൻ ക്രൂശിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഈ കുരിശ്. ലോകത്തോടൊരു സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. മുമ്പേ പറഞ്ഞതുപോലെ സമാധാനവും സ്വസ്ഥതയും ഇല്ലാതെ, മദ്യപിച്ച് ലഘോ ഇതല്ലാതെ, ഭവനത്തിൽ പോകുവാൻ താല്പര്യമില്ലാതെ, എവിടെയെങ്കിലും എൻ്റെ ഒരു ജീവിതം അവസാനിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഒരുവൻ ഇങ്ങനെ വാഹനം ഓടിച്ചു പോവുകയോ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയോ ചെയ്യുമ്പോൾ അവനൊരു കുരിശ് ദൂരെ കണ്ടു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവനൊരു പ്രത്യാശയുണ്ട്. ആ കുരിശിൽ, ഈ കുരിശിൽ മരിച്ച കർത്താവിന് എൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുമെന്ന്. ക്രൂശ് ലോകത്തിൻ്റെ ഏക പ്രത്യാശ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണെന്നറിയാമോ? ലിഫ്റ്റ് അപ്പ് ക്രൈസ്റ്റ്. ചർച്ച് ഈസ് നോട്ട് കോൾഡ് പ്രൈമറിലി ടു പ്രൊമോട്ട് ഇറ്റ് സെൽഫ്. സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് സഭയെ ഉയർത്തുവാനല്ല, സഭയെ ദൈവം വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ ഉയർത്താനാണ്. നമുക്കിന്ന് സഭയെന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും സഭയുടെ കാര്യങ്ങൾ പറഞ്ഞ് യേശുവിൻ്റെ കാര്യങ്ങൾ മറക്കുകയാണ്. നമ്മൾ വന്നു കഴിഞ്ഞ് പോകുന്നത് വരെ നമ്മുടെ വിഷയങ്ങളിൽ ഒന്നും യേശു വരത്തില്ല, ക്രിസ്തുവിനെ കുറിച്ച് പറയാനില്ല. നമ്മുടെ സഭ എത്ര ഗംഭീരമാണ്, നമ്മുടെ സഭയിൽ എത്ര പേര് കൂടുന്നുണ്ട്, നമ്മുടെ സഭയിലെ പ്രസംഗങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ സഭയിലെ കൊയർ എങ്ങനെയാണ്, നമ്മുടെ സഭയിലെ പാട്ടുകൾ എങ്ങനെയാണ്, ഇതൊക്കെയല്ലേ നമ്മുടെ സഭയിലുള്ള പ്രവർത്തനങ്ങൾ എന്താണ്, അടുത്ത ഒരു വർഷത്തെ നമ്മുടെ കലണ്ടർ എന്താണ്, നമ്മുടെ പ്രോഗ്രാംസ് എന്താണ്, ആരെയൊക്കെയാണ് ക്ഷണിക്കുന്നത്, ആരൊക്കെയാണ് വരുന്നത്, ആ അടുത്തുള്ള സഭകളെക്കാളൊക്കെ വലിയ സഭയാണ്. ഇതൊക്കെയല്ലേ നമ്മുടെ വിഷയം. ഇതിനല്ല സഭയെ കർത്താവ് വിളിച്ചത്. സഭയെ വിളിച്ചത് ഒന്നിനാണ്, യേശുവിനെ ഉയർത്താൻ. യേശുവിനെ ഉയർത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ തോറ്റുപോയി. അതുകൊണ്ട് കൊലോസ്യലേഖനം 1:27 പറയുന്നത്, ക്രൈസ്റ്റ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. When Christ is exalted, he fulfills the promises to draw people to himself. ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ അവൻ ഈ ലോകത്തെ തന്നിലേക്ക് ആകർഷിക്കും. നമ്മുടെ ഉത്തരവാദിത്വം യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ളതാ. മനുഷ്യനെ യേശുവിങ്കിലേക്ക് ആകർഷിക്കുന്നത് കർത്താവാണ്. ചിന്തിക്കണമേ, നമുക്ക് ആർക്കും കർത്താവിങ്കിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുക. നമ്മുടെ പാട്ടിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിത അനുഭവങ്ങളിലൂടെ, നമ്മുടെ കൂട്ടുകെട്ടുകളുടെ മധ്യത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നിടത്തൊക്കെയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമ്മുടെ ആരുമനാഥനെ, എനിക്ക് വേണ്ടി ജീവനെ തന്ന എൻ്റെ പൊന്നു കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് ഉയർത്തുമ്പോൾ എൻ്റെ ചുറ്റുപാടുമുള്ള അനേകർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടും. ഹല്ലേലൂയ. എനിക്ക് കാണിക്കാൻ പറ്റുമോ യേശുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ? കർത്താവ് അത് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ.